ചില അത്ഭുതങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. സ്തോത്രം. ഞാൻ സാധാരണ എന്റെ പ്രസംഗത്തിന്റെ മുഖവരിയിൽ പറയാറുണ്ട്, പ്രവചനം ദൈവമല്ല, രോഗശാന്തി ദൈവമല്ല, ഭൂതശാന്തി ദൈവമല്ല, ഭാഷാവരം ദൈവമല്ല, ഈ പറഞ്ഞ കൃപാവരങ്ങളൊന്നും ദൈവമല്ല. പക്ഷെ വചനം ദൈവമാണ്. ആകയാൽ അയച്ചാൽ അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ചില മിനിറ്റുകൾ നാം ആ ഗർജിക്കുന്ന സിംഹമായ ദൈവവചനത്തെ ഒന്ന് അഴിച്ചുവിടുകയാണ്. വചനം അതിന്റെ സ്വാതന്ത്ര്യത്തോടെ അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവവചന ശുശ്രൂഷയുടെ ശ്രദ്ധ വിട്ടുപോകാതെ എല്ലാവരും ആയിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തിരിക്കാം. വാക്യം ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. ഒരു സ്ഥലം സഭയെ കുറിച്ച്, ഒരു ലോക്കൽ ചർച്ചിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ അതിമനോഹരമായൊരു കമന്റാണ് നമ്മളുടെ ചിന്തകൾക്ക് ആധാരമായിട്ടുള്ള പ്രമേയം. ആ സഭയിൽ നല്ല വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ടെന്നല്ല പറഞ്ഞത്, ആ സഭയിൽ നല്ല പ്രവാചകന്മാരുണ്ടെന്നല്ല പറഞ്ഞത്, ആ സഭയിൽ നല്ല പ്രഭാഷകർ ഉണ്ടെന്നുമല്ല പറഞ്ഞത്. ആ സഭയിൽ ഉടുപ്പ് മലിനമാകാത്ത ഒരു ജനറേഷൻ ഉണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളിൽ, ദേശത്തിൽ കർത്താവിന് ഈ തലമുറയിൽ ആവശ്യം ഒത്തിരി പ്രഭാഷകരെയോ ഒത്തിരി പ്രവാചകണത്തെയോ ഒന്നും അല്ല. കർത്താവിന് ഈ തലമുറയിൽ ആവശ്യം ഉടുപ്പ് മലിനമാകാത്തൊരു ശേഷിപ്പിനെയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ ആ ഉടുപ്പ് മലിനമാകാത്ത ശേഷിപ്പിനകത്ത് ഞാനുണ്ടോ, എന്റെ കുടുംബമുണ്ടോ എന്നൊന്ന് പുനഃപരിശോധന നടത്താൻ എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ സമയം കഴിയുന്നുണ്ട്? സ്തോത്രം. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ വേഗം നമുക്ക് ഈ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികാം. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എനിക്ക് തോന്നുന്നു മറ്റു ചില രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യ ഒഴിച്ചുള്ള മറ്റു ചില രാജ്യങ്ങളിലൊക്കെ വെളിപ്പാട് പുസ്തകത്തോട് അനുയോജ്യമായ ഒരു നിലപാടില്ലാത്ത പല രാജ്യങ്ങളും ബൈബിൾ സ്കോളേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടും ചില ആർഗ്യുമെന്റ്സുകളിലൊക്കെ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം ഒരു കെട്ടുകഥയാണെന്നൊക്കെ വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, പുതിയ നിയമസഭയെ സംബന്ധിച്ച്, ഭാവി പ്രത്യാശ പുതുക്കുന്നതും സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഭാവി, ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന ഭാവി ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തി നമ്മുടെ അകത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ച് ഒത്തിരി മുഖവരകളുടെ ആവശ്യം നമുക്കില്ല. സ്തോത്രം. എങ്കിലും പഴയ അപ്പച്ചന്മാരൊക്കെ ഈ പുസ്തകം പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, സ്തോത്രം, ഈ പുസ്തകം പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനൊക്കെ നല്ല പോരാട്ടമാണെന്നാണ് അപ്പച്ചന്മാരൊക്കെ പറയുന്നത്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ
ഈ പുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും അനുഗ്രഹമാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സ്തോത്രം. പിന്നെ ഇത് പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പോരാട്ടമാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം, സാത്താന്റെ അന്ത്യം എഴുതിയിരിക്കുന്ന ഏക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ പിശാചിന് അത്ര ഇഷ്ടം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു പുസ്തകം കൂടെയാണ്. എങ്കിലും നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ സ്ലീഹ യോഹന്നാനിലൂടെയാണ്, അപ്പോസ്തലനായ സ്ലീഹ യോഹന്നാനിലൂടെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഒരു ചെറിയ മുഖവുര പറഞ്ഞ് നമുക്ക് വാക്യത്തിലേക്ക് വരാം. സ്ലീഹ യോഹന്നാൻ കഴിഞ്ഞ ഞായറാഴ്ച എഫസോസ് എന്ന് പറയുന്ന സഭയുടെ സഭായോഗം നടത്തി. അദ്ദേഹം ഇപ്പോൾ എഫസോസ് സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം എഫസോസിലെ സഭയുടെ സഭായോഗം നടത്തി ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു വിട്ടു. അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷേ പിറ്റേ ഞായറാഴ്ച യോഹന്നാനെ കാണുന്നത് പത്മോസിലാണ് കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച എഫസോസിലെ മെഗാ ചർച്ചിൽ ജനത്തെ അഭിസംബോധന ചെയ്ത് സന്ദേശവും പറഞ്ഞ് അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞു വിട്ട യോഹന്നാൻ പിന്നെ കാണുന്നത് അടുത്ത ഞായറാഴ്ച 7 ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം പത്മോസിലാണ്. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. അടുത്ത ഞായറാഴ്ച നിനക്ക് ആരാധിക്കാൻ കഴിയുമോ? അടുത്ത ഞായറാഴ്ച നീ ആ സ്ഥലസഭയിൽ ഉണ്ടാകുമോ? അതോ അടുത്ത ഞായറാഴ്ച ഐസിയുലാണോ, വെന്റിലേറ്ററിലാണോ, ഭൂമിയിൽ ഉണ്ടാകുമോ? ഇതൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. പക്ഷെ ലഭിക്കുന്ന സമയം ഹൃദയം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ലഭിക്കുന്ന സമയം ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ, ഇടംബലം നോക്കാതെ കർത്താവിന് മഹത്വം കരയറ്റാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യോഗത്തിൽ അടങ്ങിയിരിക്കരുത്. ആത്മനിറവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. നിനക്ക് ദൈവം അനുവദിച്ചു തരുന്ന ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള മൂമെന്റ് ആണ്. അത് കർത്താവിന് കൊടുക്കാനുള്ള, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള, കർത്താവിന് ആരാധന കൈമാറുള്ള സമയമാണ് ഇന്ന് പകലും. അത് ആ സമയം തക്കത്തിന് ഉപയോഗിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. എഫസോസിൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണ് യോഹന്നാൻ, ആ കാലത്തെ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡ നടക്കുകയാണ്. യോഹന്നാനും ആ പീഡയുടെ ഇടയിൽ അറസ്റ്റിലാകപ്പെടുകയാണ്. സ്തോത്രം. അറസ്റ്റിലാകപ്പെടാൻ കാരണം, യോഹന്നാന്റെ അടുക്കൽ വന്ന് ക്രൂര നരാധമന്മാരായ പടയാളികൾ യോഹന്നാനോട് ആവശ്യപ്പെടുകയാണ്, റോമൻ ചക്രവർത്തിയെ കർത്താവായി നീ വാ കൊണ്ട് ഏറ്റുപറയണം. യോഹന്നാൻ പറഞ്ഞു, എനിക്കൊരു ഹൃദയമേ ഉള്ളൂ. ആ ഹൃദയത്തിൽ ഞാൻ ഓൾറെഡി ഒരാളെ കർത്താവായി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരാളെ കൂടെ അംഗീകരിക്കുന്ന പരിപാടിയില്ല. സ്തോത്രം. യോഹന്നാനെ അവർ പിടിച്ച് അത് ചക്രവർത്തിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. ചക്രവർത്തി അദ്ദേഹത്തെ ചില ശിക്ഷാ നടപടികൾക്കൊക്കെ വിധേയമാക്കി. ചരിത്രങ്ങൾ പറയുന്നുണ്ട്, തിളച്ച എണ്ണയിൽ മുക്കി എന്ന് പറയുന്നു. മറ്റു ചില എഴുത്തുകാർ പറയുന്നു, ആ കാലത്തെ ഏറ്റവും മാരകമായ വിഷം യോഹന്നാനെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയുന്നു. ഈ നടപടികൾക്കൊന്നും യോഹന്നാനെ കൊന്നുകളയാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ചക്രവർത്തി വിചാരിച്ചു യോഹന്നാൻ പെട്ടെന്ന് മരിക്കുമെന്ന്. പക്ഷെ ചക്രവർത്തിക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. കൊല്ലുവാൻ നോക്കിയിട്ടും യോഹന്നാൻ മരിക്കാഞ്ഞതിന്റെ കാര്യം, കൊല്ലുവാനുള്ള പെർമിഷൻ ചക്രവർത്തിക്കല്ല, പ്രാണനെടുക്കാനുള്ള പെർമിഷൻ ചക്രവർത്തിക്കല്ല. പിന്നെ യോഹന്നാൻ ആരാധിക്കുന്നവന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളത്. സ്തോത്രം. നീ എപ്പോ മരിക്കണമെന്ന് തീരുമാനിക്കുന്ന മെഡിക്കൽ കോളേജ് അല്ല, നിന്റെ ബ്ലഡ് റിപ്പോർട്ട് അല്ല, നീ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാട്ടിലെ മന്ത്രവാദികളല്ല. പിന്നെയോ നിന്റെ ആയുഷിന്റെ അടയാളം തീരുമാനിക്കുന്നത് നീ ആരാധിക്കുന്ന, നീ മഹത്വപ്പെടുത്തുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള കർത്താവായിരിക്കയാൽ ഇന്ന് രാവിലെ സമയം കൃപ പ്രാപിച്ചവർ തിരിച്ചറിഞ്ഞോണം, നിന്റെ ആയുഷിനെ അതിരുവെക്കാൻ ഇവിടുത്തെ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. കാരണം അത് അവന്റെ കരത്തിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ, ഡൊമീഷ്യന് മുമ്പുള്ള നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ, ക്രൈസ്തവരുടെ തല വെട്ടിക്കളയുക എന്നൊരു പ്രോസസ് ആയിരുന്നു ചക്രവർത്തി ചെയ്തുകൊണ്ടിരുന്നത്. ശ്ലീഹ പൗലോസിനെയൊക്കെ നീറോ ചക്രവർത്തിയാണ് ശിരച്ഛേദം ചെയ്തത്.
എന്നാൽ ആ കാലഘട്ടത്തിൽ കുറെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചക്രവർത്തിയുടെ ഈ തലവെട്ടിക്കളയുന്ന ക്രിസ്ത്യാനികളുടെ ചിരച്ഛേദം ചെയ്യുന്ന ഈ പരിപാടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പം റോമാ ചക്രവർത്തിമാർ തീരുമാനിച്ചു, രാജ്യങ്ങളുടെ പ്രതിഷേധം ഉള്ളത് കൊണ്ട് ഇനിയിപ്പം തല വെട്ടുന്ന പരിപാടി വളരെ കുറച്ചു. പകരം എന്ത് ചെയ്യാം, ആ ക്രിസ്ത്യാനികളെ നാട് കടത്തിയേക്കാം എന്നൊരു പ്രോഗ്രാമിലേക്ക് വന്നു. തൽഫലമായാണ് യോഹന്നാനെ അവർ പത്മോസിലേക്ക് നാട് കടത്തുന്നത്. സ്തോത്രം. പോയവരാരും തിരിച്ചു വരാത്ത പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തിയപ്പോൾ ചക്രവർത്തി അറിഞ്ഞില്ല. സ്തോത്രം. എല്ലാവരും നാട് കടത്തിയവരല്ല ഒരു അഭിഷിക്തനെ നാട് കടത്തുന്നത്. സ്തോത്രം. പോയവരാരും തിരിച്ചു വരികയില്ലെന്നായിരുന്നു ചക്രവർത്തിയുടെ വിശ്വാസം പത്മോസിനെ കുറിച്ച്. പക്ഷെ ഏറെ കാലം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മടങ്ങി എഫസോസിൽ വന്നതിന് ശേഷമാണ് വെളിപ്പാട് പുസ്തകം രേഖയാക്കിയതെങ്കിൽ നീ മടങ്ങി വരികയില്ലെന്ന് ആര് പറഞ്ഞാലും അവരുടെ നടുവിൽ നിന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. സ്തോത്രം. നീ തകർന്നു പോയെന്ന് ആര് പറഞ്ഞാലും, നിനക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി ഇല്ലെന്ന് ആര് പറഞ്ഞാലും, അത് സാധ്യതയില്ലെന്ന് പറഞ്ഞ ഇടത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാൻ നാം സേവിക്കുന്ന ദൈവം കരുത്തനായ ദൈവമാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. മടങ്ങി വരട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, യോഹന്നാനെ പത്മോസിലേക്ക് എന്തിനായിരിക്കും കർത്താവ് കൊണ്ടുപോയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാധാരണ യോഹന്നാൻ ഇപ്പോൾ അറസ്റ്റിലാകുന്ന സമയത്ത് ഇരുന്ന സഭ എഫസോസിലെ സഭയാണ്. എഫസോസിലെ സഭ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സഭയല്ല. സ്തോത്രം. എഫസോസിൽ ഒരു പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് അക്കില്ലാസും പ്രിസ്കില്ലയും എന്ന് പറയുന്ന രണ്ട് ദമ്പതികളാണ് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം പൗലോസ് കൂടാരപ്പടിക്ക് വേണ്ടി എഫസോസിൽ വന്നപ്പോൾ പൗലോസിന്റെ കൂടെ വന്നവരാണ് അക്കില്ലാസും പ്രിസ്കില്ലയും. പൗലോസ് അവിടെ നിന്ന് വേഗം അങ്ങ് പോയി. പക്ഷെ ഇവരെ അവിടെ വിട്ടിട്ട് പോയി. ഇവരാണ് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം പാസ്റ്റർമാർക്ക് തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്നും വേദോസത്തിൽ ഇല്ല. വിശ്വാസികൾക്കും പ്രവർത്തനം ആരംഭിക്കാം. അവരാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷെ അവര് പ്രവർത്തനം തുടങ്ങി ഒരു അല്പം കഴിഞ്ഞപ്പം അവിടെ വേറൊരു ദൈവദാസൻ വന്നു. അദ്ദേഹം അലക്സാന്ദ്രിയക്കാരനായ അപ്പല്ലോസ് എന്നാണ് പറയുന്നത്. അപ്പല്ലോസിന്റെ കൂടെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേരുടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ 2 ലൈബ്രറികൾ ആ കാലത്തുണ്ടായിരുന്നു. തോൾച്ചുരുളുകൾ കൊണ്ടുള്ള 2 ലൈബ്രറികൾ. അതിലൊരു ലൈബ്രറി നിലനിന്ന സ്ഥലമാണ് ഈ ഈജിപ്തിലെ അലക്സാന്ദ്രിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അലക്സാന്ദ്രിയയിൽ നിന്ന് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല എഴുത്തും വായനയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ആളാ. നല്ല അറിവുള്ള മനുഷ്യനാ. വാക്ചാതുര്യമുണ്ട്. പ്രാസ ഒപ്പിച്ച് പ്രസംഗിക്കാനുള്ള കഴിവൊക്കെ ഉള്ള പാർട്ടിയാണ്. അദ്ദേഹമാണ് ഇപ്പൊ അക്കില്ലാസിനെയും പ്രിസ്കില്ലയും കൂടെ ജോയിൻ ചെയ്തു. അവരുടെ കൂടെ ജോയിൻ ചെയ്തു അപ്പല്ലോസ്. അദ്ദേഹം വന്നതോടുകൂടെ പ്രവർത്തനം ഒന്ന് കൊഴുത്തു. നാടൻ ഭാഷ പറഞ്ഞാൽ പ്രവർത്തനം ഒന്ന് ഉഷാറായി. സ്തോത്രം. നല്ല പ്രസംഗമൊക്കെ അല്ലേ. പക്ഷെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ, അപ്പല്ലോസിനേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള വിശ്വാസികളായിരുന്നു അക്കില്ലാസും പ്രിസ്കില്ലയും. കാരണം അവരെ കുറിച്ച് അവിടെ പറയുന്നൊരു പദമുണ്ട്. അപ്പല്ലോസിന് ക്രിസ്തുവിന്റെ മാർഗം അവർ കൂടുതലായി എരിവോടെ തെളിയിച്ചു കൊടുത്തുന്നു. ഓക്കെ, ഒരു അഭിഷിക്തനായ അപ്പല്ലോസിന് പോലും ക്രിസ്തുവിന്റെ മാർഗം തെളിയിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരുന്നു അക്കില്ലാസും പ്രിസ്കില്ലയും. മനസ്സിലായില്ലേ? പാസ്റ്റർമാരെക്കാൾ ക്വാളിറ്റി ഉള്ള വിശ്വാസികൾ പലരുമുണ്ട്. പിന്നെ അത് ഇവരെ സംബന്ധിച്ച് അത് വരുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം നാടനൊരു പഴഞ്ചലുണ്ടല്ലോ, മുല്ലപ്പോമ്പടി ഏറ്റു കൊടുക്കും കല്ലിനുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ പൗലോസിന്റെ കൂടെ നടന്നു വന്ന വാർത്തകളല്ലേ. അപ്പൊ പിന്നെ പൗലോസിന്റെ ക്വാളിറ്റി ഇല്ലാതിരിക്കത്തില്ലല്ലോ. സ്തോത്രം. എന്തെങ്കിലും ആകട്ടെ, അപ്പല്ലോസ് ശുശ്രൂഷ ആരംഭിച്ചു. ചെറിയൊരു പ്രവർത്തനമാണ്. ഇപ്പൊ മൊത്തം കൂടെ ഒരു 15 പേരുണ്ട്. യോഹന്നാന്റെ 12 ശിഷ്യന്മാരുണ്ട്. അക്കില്ലാസും പ്രിസ്കില്ലയും അപ്പല്ലോസും കൂടെ ചേർന്ന് 15 പേരടങ്ങുന്ന ഒരു പ്രവർത്തനം എഫസോസിൽ ആരംഭിച്ചു. പക്ഷെ പ്രസംഗം എല്ലാം ഞായറാഴ്ച നടക്കുന്നുണ്ട്. തകർത്ത് പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ 15 പേർ എന്നുള്ള സംഖ്യ 16 പേരിലോട്ട് കൂടുന്നില്ല. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ആത്മാക്കൾ വരുന്നില്ല. പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, സഭായോഗം നടക്കുന്നുണ്ട്. പക്ഷെ ആത്മാക്കൾ വരുന്നില്ല സഭയിൽ. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതാണല്ലോ, ആത്മാക്കളൊന്നും വരുന്നില്ല.
പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പം വളരെ കുറവുമാണ്. സ്തോത്രം. എഫസോസിൽ ഒരു ആത്മാക്കളുടെ ഒഴുക്കില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് സഭ മാറ്റപ്പെട്ടു. പക്ഷേ പ്രസംഗത്തിനൊന്നും ഒരു കുറവില്ല. അപ്പല്ലോസ് പായിൽ തുടങ്ങിയാൽ പായിൽ അവസാനിപ്പിക്കും, കായിൽ തുടങ്ങിയാൽ കായിൽ അവസാനം, നല്ല പ്രാസത്തിൽ പ്രസംഗിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ അക്കില്ലാസും ബിസ്കിലേക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയാൽ സഭ നന്നായി പോവുകയല്ല, ആത്മാക്കൾ വരുന്നില്ല. അതുകൊണ്ട് അവരൊരു ദിവസം ചെന്ന്, സഭായോഗം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചെന്ന് അവരുടെ കർത്തൃദാസനെ അപ്പല്ലോസിനെ പോയി ഫെയ്ത്തോമിൽ പോയി കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഭാഗ്യമാണ്, നിങ്ങളുടെ ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കേണ്ട ആളല്ല. നിങ്ങളുടെ സമയം ഇവിടെ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് പറ്റിയൊരു സഭയുണ്ട്, അത് ഞങ്ങളുടെ മാതൃസഭയാണ്. ആ സഭയുടെ പേര് കൊരിന്ത്യ സഭ എന്നാണ്. അവിടെ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത സഭയാണ്. പ്രവചനത്തിന് പ്രവചനം, വെളിപ്പാടിന് വെളിപ്പാട്, വ്യാഖ്യാനത്തിന് എല്ലാം കൃപാവരമുണ്ട്. ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അവിടെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ മുഖവുര പറയുന്നതിന് മുമ്പ് അവിടെ ആത്മപകർച്ച ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ വേഗം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഇവര് അപ്പല്ലോസിനൊരു ട്രാൻസ്ഫർ കൊടുത്തു. എങ്ങോട്ടാ? കൊരിന്ത്യ സഭയിലേക്ക്. അന്ന് മുതലാ തോന്നി വിശ്വാസികൾക്ക് പാസ്റ്റർമാരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം കിട്ടി. നോക്കി നേരെ കൊരിന്ത്യ സഭയിലേക്ക് അക്കില്ലാസും പ്രിസ്കില്ലയും അപ്പല്ലോസിനെ അയച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കൊരിന്ത്യ സഭയിൽ അന്ന് പാസ്സായിട്ടിരുന്ന പൗലോസിനെ അവർ നേരെ എഫസോസിലേക്ക് കൊണ്ടുവന്നു. ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ. സ്തോത്രം. അങ്ങനെയാണ് രണ്ടാം പ്രാവശ്യം പൗലോസ് എഫസോസിലേക്ക് വരുന്നത്. പൗലോസ് എഫസോസിൽ വന്ന് ചാർജ് എടുത്തു. ആദ്യത്തെ സഭായോഗം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പൗലോസ് മറക്കത്തില്ല ആദ്യത്തെ സഭായോഗം. കാരണം ആദ്യത്തെ സഭായോഗത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയെ പ്രസംഗിച്ച എക്സ്പീരിയൻസിലാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നമ്മുടെ പ്രസംഗം തുടങ്ങി. എന്റെ നാടൻ ഭാഷ പറഞ്ഞ പൗലോസിന്റെ ചങ്കും മാങ്ങായും എല്ലാം വാടിപ്പോയി. ഒരാത്മിക ചൈതന്യമില്ല. ഞാൻ 27 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ചില സമയത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ 50 പ്രാവശ്യം വാച്ച് ചെയ്ത് നോക്കും. തീരുന്നില്ലല്ലോ ദൈവമേ എന്ന് നോക്കും. കാര്യം സമയം പോകുന്നില്ലല്ലോ. കാര്യം നമ്മുടെ ചങ്കും മാങ്ങായും വാടി ഊപ്പാട് വരും. ഒരു മണവും ഗുണവും ഇല്ലാത്ത കുറെ ആളുകളാണ്. സ്തോത്രം. പക്ഷെ ചില സഭകളിൽ നമ്മൾ ചെന്നാൽ മണിക്കൂർ പോകുന്ന അറിയത്തില്ല. കാരണം അവിടെ അങ്ങനെ ഒരു ആത്മപകർച്ച, അങ്ങനെ ഒരു സാന്നിധ്യം അതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഒരു സാന്നിധ്യമുള്ള സഭയ്ക്കകത്തുനിന്ന് എഫസോസിലേക്ക് വന്ന പുള്ളിയുടെ ആദ്യത്തെ സഭായോഗത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, കുറച്ചു നാളോട് ഞാനിവിടെ പ്രസംഗിച്ച എന്റെ കരളും ലങ്സും എല്ലാം കംപ്ലൈന്റ് ആവും. സഭായോഗം കഴിഞ്ഞപ്പോൾ പൗലോസ് ഇറങ്ങി നടന്ന വിശ്വാസികളിൽ ഓരോരുത്തരോട് ചോദിച്ചു, ബ്രദർ, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? സഭായോഗം കഴിയുമ്പോൾ ഇറങ്ങി നടന്ന വിശ്വാസികളോട് കുശലമല്ല പറയേണ്ടത്. യോഗത്തിൽ വന്ന് കൈവടിക്കാതെ വസന്ത പിടിച്ച കോഴി വായ്ക്കോട്ട വിട്ടതുപോലെ തിരിക്കുന്ന പലതിനെ കാണുമ്പോൾ നീ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? യോഹന്നാന്റെ 12 ശിഷ്യന്മാരോട് മാറി മാറി ചോദിച്ചു, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോരുന്നത്. പൗലോസിനൊരു സംശയം ഉണ്ടായി, നിങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാർ തന്നെയല്ലേ? അതെ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല. പക്ഷെ പൗലോസിന് സംശയം ഉണ്ടായി. കാരണം യോഹന്നാൻ ആരെ സ്നാനപ്പെടുത്തിയാലും പറയുന്നൊരു പദമുണ്ട് സ്നാന സമയത്ത്, ഞാൻ നിങ്ങളെ ഇപ്പോൾ വെള്ളത്തിൽ മാനസാന്തര സ്നാനം കഴിക്കുന്നേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ആളാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിശ്ചയമായും കേൾക്കും. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ആളാന്ന് പറഞ്ഞ ഈ 12 പേര് അത്ര വിശ്വാസം പൗലോസിന് വന്നില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് അവരെ വീണ്ടും സ്നാനപ്പെടുത്തി. ചിലരുടെ ഒന്നും സ്നാനം ശരിയൊന്നുമല്ല. പിന്നെ ആരാണ്ടൊക്കെ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തി, സ്നാനപ്പെട്ടാൽ രോഗം മാറുമെന്നും കെട്ടഴിയുമെന്നും നീ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ മുക്കട്ട്. അങ്ങനെയുള്ളവരൊക്കെ രണ്ടാമത് ഒന്നുകൂടെ മുങ്ങുന്ന നല്ലതാ. കാര്യം ഗ്രഹിക്കാതെ എന്തിനാണോ സ്നാനപ്പെട്ടത് എനിക്കറിയത്തില്ല. സ്തോത്രം. സ്നാനപ്പെട്ട ഒരാൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്നാണ് പുതിയ വേദപുസ്തകം പറയുന്നത്, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം പറയുന്നത്. സ്തോത്രം. നോക്കിക്ക്, പൗലോസ് അവരെ വീണ്ടും സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തിന് അനന്തരം ആ സഭായോഗത്തിൽ പൗലോസ് ഇറങ്ങി നടന്ന് ഇവരുടെ 12 പേരുടെ തലയിൽ കൈവെക്കുകയും
ഇവരെല്ലാം ആത്മസ്നാനത്താൽ നിറഞ്ഞു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായി. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് പകലോടുകൂടെ എഫസോസിലെ സഭയുടെ കേട്ടഴിഞ്ഞു. സ്തോത്രം. ആ സഭായോഗം മുതൽ ആത്മാക്കളുടെ ഒരു 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 തിക്കും തിരക്കും ആ സഭയിലേക്ക് കയറി വരാൻ തുടങ്ങി. സഭ ആത്മാവിൽ വളർത്തപ്പെടാൻ തുടങ്ങി. ഒരു വെളിപ്പാട് കർത്താവ് ഇന്ന് രാവിലെ ചിലരോട് പറയുന്നു, നിന്റെ സഭയ്ക്കകത്ത് ആത്മാക്കളെ വിടാതെ നിന്റെ സഭയിലേക്കുള്ള ആത്മാക്കളുടെ വർധനവിനെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങൾ പൊട്ടിമാറണമെങ്കിൽ സഭയ്ക്കകത്ത് ആത്മപകർച്ച വെളിപ്പെടണം. സ്തോത്രം. സഭയ്ക്കകത്ത് ആത്മാവിന്റെ ഭയങ്കര എൻകൗണ്ടറുകൾ വെളിപ്പെട്ടു വന്നാൽ മാത്രമേ ഈ തലമുറയിൽ ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ കയറി വരത്തുള്ളൂ. അല്ലാതെ പ്രസംഗവുമായിട്ട് നടന്നാലൊന്നും പരിപാടി നടക്കത്തില്ല. ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് അധരം തുറന്നു പറ, ഇന്ന് വരെ കാണാത്തൊരു ആത്മപകർച്ച എന്റെ സ്ഥലം സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വന്ന് പുതിയ ആത്മാക്കളുടെ ഒരു വലിയ പ്രഭാതം വെളിപ്പെട്ടു വരാൻ ഹൃദയം കൊണ്ട് കൊതിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ മടിക്കരുത്. മടങ്ങി വരട്ടെ. അപ്പോൾ ഈ മെഗാ ചർച്ചിന്റെ പാസ്സായിട്ടിരുന്ന യോഹന്നാൻ ബിസി ഷെഡ്യൂൾ ഉള്ള ഒരു ദൈവദാസനാണ്. ഈ വലിയ സഭയുടെ പാസ്റ്റർമാരെ സംബന്ധിച്ച് അവർക്ക് അധികം ശോഭിക്കാൻ പാടാം. വലിയ വലിയ ചർച്ചിന്റെ പാസ്റ്റർമാർക്ക് അധികം ശോഭിക്കാൻ പാടാം. അത് കാരണം അതല്ല, അവരുടെ ഷെഡ്യൂൾ ഭയങ്കര ബിസി ആയിരിക്കും. സ്തോത്രം. കർത്താവിന് അവരെ അവൈലബിൾ ആയി കിട്ടാൻ പാടാം. അവൈലബിൾ ആയി കർത്താവിന് കിട്ടുന്ന ആളുകളെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റൂ. ഉദാഹരണം പറയാം, യെരുശലേം സഭയുടെ പാസ്സായിരുന്നു പീറ്റർ. യെരുശലേം സഭയുടെ ആളുകളുടെ എണ്ണം നമുക്കറിയാലോ. ആദ്യത്തെ പ്രസംഗത്തിന് 3000, പിന്നെ 5000, പിന്നെ രക്ഷിക്കപ്പെട്ടവരുടെ ദിനംപ്രതി സഭയോട് ചേർത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മെഗാ ചർച്ച് ആയിരുന്നു യെരുശലേം. ആ സഭയുടെ മെയിൻ പാസ്സായിരുന്നു പീറ്റർ. ബിസി ഷെഡ്യൂളാ പീറ്ററിന്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ബിസി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ഒരു 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 കുടുംബത്തിനകത്തുള്ള ഒരാൾ രോഗിയായിട്ട് ആശുപത്രി കയറിയുമ്പോൾ അടുത്തയാൾ ഇറങ്ങും, അടുത്തയാൾ കയറുമ്പോൾ ഇന്നയാൾ ഇറങ്ങും. എല്ലാവരും വിസിറ്റ് ചെയ്യണ്ടേ, എല്ലാവർക്കും വേണ്ടി പോകണ്ടേ. പിന്നെ കൊച്ചിന്റെ പ്രതിഷ്ഠ, വീട്, ബിസി ഷെഡ്യൂൾ ദൈവദാസനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഷെഡ്യൂൾ ബിസി ആയതുകൊണ്ട്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും എന്ത് ചെയ്യും? ഉറ്റിരിക്കും. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് അതൊരു കഞ്ഞിപ്രശ്നം വന്നു. ഈ കഞ്ഞിപ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഭായം കഴിയുമ്പോൾ എല്ലാവർക്കും കഞ്ഞി വിളമ്പുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. അപ്പം രണ്ടു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു, യവനായ ഭാഷക്കാർ, എബ്രായ ഭാഷ. ഇവരുടെ ഇടയിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നു. ഒരു ഭാഷക്കാരെ മറ്റൊരു ഭാഷക്കാർ ആദരിക്കുന്നില്ല, വിധവമാരെ ആദരിക്കുന്നില്ല. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ പത്രോസ് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ കഞ്ഞിപ്രശ്നം തീർക്കാനൊന്നും അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അതിന് നിങ്ങൾ ആത്മാവും ഞാനും സാക്ഷിയുള്ള വേറെ 7 പേരെ തിരഞ്ഞെടുത്തോണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് വായിച്ചപ്പോൾ. കാരണം കഞ്ഞി വിളമ്പണമെങ്കിൽ പോലും ആത്മാവും ജ്ഞാനവും നിറയണം. മനസ്സിലല്ലേ? കഞ്ഞി വിളമ്പണമെങ്കിൽ പോലുള്ള യോഗ്യത അതാണെങ്കിൽ ബാക്കി സഭയ്ക്കകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള യോഗ്യത എന്തായിരിക്കും? സ്തോത്രം. എന്നിട്ട് പത്രോസ് പറഞ്ഞു, കഞ്ഞിപ്രശ്നത്തിന് വേറെ 7 പേരെ തിരഞ്ഞെടുത്തോണം, എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നിന്റെ വീട്ടിലേക്ക് ആസൂറ്റി എടുക്കാനും നിന്റെ ചർച്ചിലെ അമ്മാമ്മയെ ആശുപത്രി കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സഭാ ശുശ്രൂഷയ്ക്ക്. അതിനൊക്കെ നീ വേറെ ആരെങ്കിലും വെച്ചോണം. എന്നെ എന്തിനാ കിട്ടുന്നറിയോ? ഞാൻ ഞായറാഴ്ച എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണമെങ്കിൽ, ഞാൻ ഞായറാഴ്ച എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറിപ്പോകണമെങ്കിൽ, ഞാൻ ഞായറാഴ്ച എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മിറക്കിളുകൾ സംഭവിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നേ മതിയാകൂ. സ്തോത്രം. ലോക്കൽ സഭയിലെ ദൈവദാസന്മാർ പരാജയപ്പെട്ടു പോകുന്ന കാരണം ഇവിടെയാണ്. അവർക്ക് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാൻ സമയമില്ല. അവർക്ക്, സ്തോത്രം, ഏറ്റവും അവരുടെ പ്രശ്നം, അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, അവരുടെ ഈ ബിസി ഷെഡ്യൂൾ നിമിത്തം അവർക്ക് കഴിയുന്നില്ല. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാനെ സംബന്ധിച്ച് എഫസോസിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ കഴിയുമെന്ന് കർത്താവിന് കഴിയത്തില്ല. അത് കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചു, ഇവനൊരു ബ്രേക്ക് കൊടുക്കുക, ഒരല്പസമയം. നല്ല തിരക്കല്ലേ, ഒരല്പം ബ്രേക്ക് കൊടുക്കുക. യോഹന്നാനോട് ദൈവം പറഞ്ഞു, നിന്നെ പത്മോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എന്തിനാ ഷിഫ്റ്റ് ചെയ്യുന്ന ചോദിച്ചാൽ, ഈ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഒരല്പം റെസ്റ്റ് തരിക. ആ റെസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞ കിടന്ന് കൈയും കെട്ടി ഉറങ്ങാനല്ല, പിന്നെ
ചരിത്രത്തിൽ ആരും ഇന്ന് വരെ കാണാത്ത ചിലത് നിന്നെ കാണിക്കാൻ, ആരും ഇന്ന് വരെ എഴുതാത്ത ചിലത് എഴുതിപ്പിക്കാൻ, ആരും ഇന്ന് വരെ നിന്നെ കാണാത്ത വെളിപ്പാടിന്റെ റലത്തിലൂടെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ ഒരു ഷിഫ്റ്റ് നടത്താൻ പോകും. ആരോട് ദൈവാത്മാവ് പറയുന്നു? പിശാച് ഒരുക്കിയതാണെന്ന് നീ കരുതുന്ന ചില പ്രതിസന്ധികൾ പിശാചൊരുക്കിയതല്ല. ദൈവം നിനക്കൊരുക്കുന്ന ചില പത്മോസിന്റെ പ്ലാറ്റ്ഫോമുകൾ നീ ഇന്ന് വരെ ചെയ്യാത്ത ശുശ്രൂഷയിലേക്കുള്ള ഒരു പുതിയ ആരംഭം കുറിക്കാൻ, ഒരു പുതിയ എൻട്രി നിനക്ക് നൽകി തരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധി എന്നെ തകർക്കാനല്ല, എന്നെ പണിത് എന്നിലൂടെ ചിലത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അസാധാരണ ദൈവിക നിയോഗമാണെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, രണ്ട് രീതിയിലുള്ള വെളിപ്പാടായിരുന്നു യോഹന്നാന് പത്മോസ് കിട്ടിയത്. സ്തോത്രം. ഒന്നാം അധ്യായം, വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത് ഭൂമിയിലുള്ള വെളിപ്പാടാണ് കണ്ടത്. മനസ്സിലായില്ലേ? ഭൂമിയിലുള്ള സഭയെക്കുറിച്ചും സഭയുടെ നടുവിൽ കൂടെ ഉലാത്തുന്ന കർത്താവിനെ കുറിച്ചും കണ്ടത്. പക്ഷെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നപ്പം കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, മതി, ഭൂമിയിലെ വെളിപ്പാട് കണ്ടതൊക്കെ മതി, മകനെ മകളെ എന്ന് വിളിച്ചും നിന്നെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് വിടാന്നൊക്കെ പറഞ്ഞു. ആ പ്രവചനമൊക്കെ മതി, അതൊക്കെ ലോക്കൽ ഐറ്റംസ്, അതൊക്കെ മതി, നിർത്താൻ പറഞ്ഞു. നിർത്ത്. ഇനി 4-ാം അധ്യായം വരെ ശുശ്രൂഷയുടെ റലം മാറുകയാണ്. പോരെ, മതി, ഭൂമിയിലെ വെളിപ്പാട് മതി, പിന്നെ ഇവിടെ കയറി വരിക. സ്തോത്രം. നിന്റെ ബോഡി പത്മോസിൽ കിടക്കട്ടെ, പക്ഷെ നിന്നെ ആത്മാവിൽ ഇവിടെ കയറി വരിക, സ്വർഗത്തിലോട്ട് കയറി വരിക. ഒരു ഇൻവിറ്റേഷൻ അയക്കുക, സ്വർഗത്തിലോട്ട് കയറി വരിക. ഇനി സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആരും പറയാത്ത ചില കാര്യങ്ങൾ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ ശ്രീഹാമാര് പറയാത്ത കാര്യങ്ങൾ, ഇന്ന് വരെ ആർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോകുക. ആരോട് ദൈവാത്മാവ് പറയുന്നു? നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചിലരുടെ ശുശ്രൂഷയുടെ ലെവൽ മാറാൻ പോകുകയാ. അത് ഭൂമിയിലെ വെളിപ്പാടുകൾ മാറിയിട്ട് സ്വർഗത്തിലെ വെളിപ്പാടിലേക്ക്, ഭൂമിയിലെ റവലേഷനുകൾ മാറിയിട്ട് മേലാൽ സംഭവിപ്പാനുള്ള, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ആരും എൻട്രി ചെയ്യാത്ത റവലേഷനുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ വേണ്ടി പോകുകയാണ്. റിസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ റിസീവ് ചെയ്തു കൊള്ളുക. ചിലരുടെ ശുശ്രൂഷയുടെ റലം മാറുന്നു, ചില ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോകുന്നു എന്ന് ആത്മാവ് അടിവരയിട്ട് എന്നോട് ഇടപെടുന്നു. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം നിന്നെ തകർക്കാനുള്ളതല്ല, ഈ പത്മോസ് നിന്നെ അവസാനിപ്പിക്കുന്നതല്ല, നിനക്കൊരു മേജർ ഷിഫ്റ്റ് നൽകി തരുവാൻ, നിന്റെ മിനിസ്ട്രിക്കകത്തൊരു മേജർ എൻകൗണ്ടർ നൽകാൻ, ഒരു വലിയ വ്യത്യാസം നൽകി തരാൻ പരിശുദ്ധാത്മാവ് വലിയ പദ്ധതികൾ ഒരുക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3 രീതിയിലാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, 1-ാം അധ്യായം 19-ാം വാക്യത്തിനകത്ത് ഈ പുസ്തകത്തിന്റെ വിഭജനം യോഹന്നാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 1 നീ കണ്ടത് എന്നുള്ളതാണ്, അതാണ് ചാപ്റ്റർ 1. 2 ഇപ്പോൾ ഉള്ളത്, ചാപ്റ്റർ 2, 3. 3 മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്, ചാപ്റ്റർ 4 മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം 22-ാം അധ്യായം വരെയാണ് മേലാൽ 3 തട്ടുകളായി തിരിച്ചു. ഈ ദൂതിന് ഒരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ ഇത് കിട്ടിയത് പല കൈകൾ മാറിയാണ് കിട്ടിയത്. ആദ്യം പിതാവിൽ നിന്ന് ഈ ദൂത് പുത്രനിലേക്ക് വന്നു. 2 പുത്രനിൽ നിന്ന് ഈ ദൂത് ദൂതനിലേക്ക് വന്നു. 3 ദൂതനിൽ നിന്ന് ഈ ദൂത് യോഹന്നാനിലേക്ക് വന്നു. 4 യോഹന്നാനിൽ നിന്ന് ഈ ദൂത് സഭയിലേക്ക് വന്നു. നോക്കിക്കേ, 4 കരങ്ങൾ കൈമാറിയാണ് ഈ ദൂത് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്നതൊന്നും ആരുടെ സ്വന്തമല്ല, അത് കൈമാറാനുള്ളതാണ്. സ്തോത്രം. നോക്കിക്കേ, ഒരു കാര്യം വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടത്, സ്തോത്രം, ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അത് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, ദിവസം വന്നപ്പോൾ യോഹന്നാൻ ആത്മവിവശനായി. കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദമാണ് ആത്മവിവശത. സ്തോത്രം. നോക്കി, ആത്മവിവശത എന്ന് പറഞ്ഞാൽ പത്രോസ് ആത്മവിവശനായിട്ടുണ്ട്, വെൺമാടത്തിലിരുന്ന് പത്രോസ് ആത്മവിവശനായിട്ടുണ്ട്, പൗലോസ് ആത്മവിവശനായിട്ടുണ്ട്, ദാനിയേൽ ആത്മവിവശനായിട്ട്, പലരും ആത്മവിവശതയിലേക്ക്. പക്ഷെ ഞാന് മലയാളികളായ നമ്മുടെ ആത്മവിവശതയും ഇവരുടെയൊക്കെ ആത്മവിവശതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ആത്മവിവശത വന്നപ്പോഴും ഇവർക്കൊക്കെ ബോധം ഉണ്ടായിരുന്നു. നമ്മുടെ പല ആളുകൾക്കും ആത്മവിവശതയാണെന്ന് പറഞ്ഞത് ഇത് കറങ്ങിത്തിരിഞ്ഞ് അവിടെ ഒന്ന് വീഴുന്ന കാണാം, പക്ഷെ ബോധമില്ല, എന്നാ സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. അത് ആത്മവിവശതയല്ല, അതിന്റെ പേര് വേറെ ഏതാ, ഞാനിപ്പോ അത് പറയുന്നില്ല, നല്ലൊരു യോഗമായിട്ട് പറയുന്നില്ല. സ്തോത്രം.
കാരണം യോഹന്നാൻ ആത്മവിശ്വത വന്നപ്പോഴും ബോധം ഉണ്ടായിരുന്നോണ്ടാണല്ലോ. പത്മോസിൽ യോഹന്നാൻ ഈ കണ്ടതൊന്നും എഴുതാൻ പേനായും ഇല്ലായിരുന്നു, തോൽച്ചുരുളൊന്നും ഇല്ലായിരുന്നു. എഫസോസിൽ വന്നതിന് ശേഷം ഇതെല്ലാം എഴുതുന്നത്. അപ്പൊ താൻ ആത്മവിശ്വതയിൽ പോയപ്പോഴും താൻ ബോധമുള്ളവനായിരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് എഴുതിയത്, എഫസോസിൽ വന്നിട്ട് എഴുതിയത്. അതുകൊണ്ട് ആത്മവിശ്വത ആദ്യം പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യരുത്. ആത്മവിശ്വത വരുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷെ ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ മുഖത്ത് വെള്ളം തളിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയും വേറെ എഴുന്നേൽക്കുന്നത് ധരിപ്പിക്കുന്ന അവസ്ഥ ഒന്നും വരരുത്. അത് വേറെ സാധനമാണ്, അതിലേക്ക് ഞാൻ വരുന്നില്ല. നോക്കി, ഇനി അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മലയാള പദം കത്തു ദിവസം വന്നപ്പോൾ യോഹന ആത്മവശനായെന്ന. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ നോക്കിയാൽ അവിടെ ആത്മവശത എന്നൊരു പദമേ ഇല്ല. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കത്രു ദിവസം വന്നപ്പോൾ ഞാൻ ആത്മാവിലായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കത്രു ദിവസം വന്നപ്പോൾ യോഹന്നാനെ ആരെങ്കിലും ആത്മാവിലാക്കിയതല്ല, യോഹന്നാൻ ആത്മാവിലായിരുന്നു. നോക്കിക്കേ, നമ്മുടെ സഭായോഗത്തിന്റെ ഒക്കെ അവസ്ഥ എന്നാന്നറിയോ? നമ്മളെ വർഷിപ്പ് ചെയ്യുന്ന വർഷിപ്പ് ടീം നമ്മളെ ആത്മാവിലാക്കുക. ആദ്യത്തെ ഒരു പാട്ട് പാടി ശരിയായില്ല, രണ്ടാമത്തെ പാട്ട് വീണ്ടും പാടി, അതും ശരിയായില്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ഒരു പാട്ടുണ്ട്. ആത്മാവിലാക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ പ്രസംഗിയര് 3 കല്ലേലിയ പറഞ്ഞാട്ട് ഇനി അഥവാ ഇവർ മിണ്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വോത്രം പറയാതിരിക്കുന്നതിനെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞ് പുഷിയതങ്ങ് ആത്മാവിലാക്കുക. മനസ്സിലായി? പേടിപ്പിച്ചാക്കുക. ചിലര് പ്രസംഗിക്കും നരകത്തിന്റെ ഒടുങ്ങ പക എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച ആളുകൾ സ്വോത്രം പറഞ്ഞു പോകും. നോക്കി, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, യോഹന്നാനെ പത്മോസിൽ ആരും ആത്മാവിലാക്കാൻ അവിടെ വർഷിപ്പ് ടീമില്ല. എഫസോസിലെ വർഷിപ്പ് ടീം ഇല്ല, എഫസോസിലെ വിശ്വാസികളില്ല, എഫസോസിലെ ആരാധന ഒന്നുമില്ല. പക്ഷേ യോഹന്നാൻ എന്ത് ചെയ്യാമെന്നറിയാമോ? കത്രു ദിവസം വന്നപ്പോൾ അവൻ ആത്മാവിലായിരുന്നു. ഞാൻ നോക്കി, യോഹന്നാനെ ഈ പത്മോസ് എന്ന് പറയുന്ന സ്ഥലം നല്ല കൂറ്റൻ തിരമാലയുടെ ഹൂങ്കാര ശബ്ദങ്ങളും, അത് കഴുകന്മാരുടെ വട്ടമിട്ട് പറക്കുന്ന ശബ്ദങ്ങളും വിഷത്തീടുകളും, അത് വലിയ ചീറ്റുന്ന സർപ്പങ്ങളും ഒക്കെയുള്ള പത്മോസിനകത്ത് നിന്നെ ഈ ശബ്ദങ്ങളൊന്നും ഭയപ്പെടുത്തിയില്ല. യോഹന്നാൻ പറയുന്നു, ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കാം പാസ്റ്റർ, പക്ഷേ ഞാൻ കണ്ടത് ഇതൊന്നുമല്ല. കത്രു ദിവസം വന്നപ്പോൾ ഞാൻ ആത്മാവിലായി തീരുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഈ സൂം മീറ്റിംഗിൽ നിങ്ങളെ ഒന്നും ആത്മാവിലാക്കാനുള്ള ആരോഗ്യവും എനിക്കില്ല, എനിക്കുള്ള സമയമില്ല. പക്ഷെ ഈ മെസ്സേജ് അകത്തോട്ട് കയറുമ്പോൾ അകത്ത് ആത്മാവിൽ തനിയെ നിറയുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് ഒരു സാധാരണ കാര്യത്തിന് വേണ്ടിയല്ല, എന്തോ ഒരു അസാധാരണ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് ദൈവാത്മാവ് ഇന്ന് പകലിൽ നിന്നിലൂടെ ഈ ദൂത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, ആരെങ്കിലും ആത്മാവിലാക്കാൻ നോക്കി നിൽക്കരുത്. അതരം തുറന്ന അന്യഭാഷയുടെ ബലത്തിൽ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ടോ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഓടിപ്പോകട്ടെ. ആത്മാവിലായിരുന്ന യോഹന്നാൻ 10-ാം വാക്യത്തിൽ ആത്മാവിലായിരുന്ന യോഹന്നാൻ 11-ാം വാക്യത്തിൽ വരുമ്പോ എന്ത് ചെയ്യാന്നറിയാമോ? ആ യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. സ്തോത്രം. എന്താ ശബ്ദം? കാഹളത്തിനൊത്ത ഒരു മഹാശബ്ദം കേൾക്കുകയാ. മനസ്സിലായില്ലേ? ഈ യോഗത്തിൽ വന്നിട്ട് ഒത്തിരി എണ്ണം ഒരു ശബ്ദവും ഒത്തിരി പേര് നമ്മുടെ ചർച്ച വരുന്നുണ്ട്. പക്ഷെ ആത്മാവിലാകാതെ ഇടവും വലവും നോക്കി കണ്ണും തുറന്ന് ഇരിക്കുക പലതും. നീ ഒരു ശബ്ദവും കേൾക്കുകയല്ല. പക്ഷേ ആത്മാവിലായിരിക്കുന്നവൻ യോഗം തീർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് ചില ശബ്ദങ്ങൾ കാതിൽ കേൾക്കും. അത് കാട്ടുകഴുകന്മാരുടെ ശബ്ദമോ, വിഷത്തേളുകളുടെ ശബ്ദമോ, ചീറ്റുന്ന സർപ്പങ്ങളുടെ ശബ്ദമോ, തിരമാലയുടെ ശബ്ദമോ അല്ല. പിന്നെ ഒരുവൻ നടകൊള്ളുന്ന ശബ്ദം, അത് ഒരുവൻ ഉലാത്തുന്ന ശബ്ദം, അത് കാഹളത്തിനൊത്ത മഹാശബ്ദം. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ മീറ്റിങ്ങിനകത്ത് ആരും കേൾക്കാത്ത ചില ശബ്ദങ്ങൾ നിന്റെ കാതിൽ ഈ തലമുറയിൽ കേൾക്കത്തക്ക രീതിയിൽ ഒരു അസാധാരണ ആത്മ നിറവിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് പദ്ധതി ഒരുക്കുമ്പോൾ തിരിച്ചറിയുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയുക, ഇതൊരു അസാധാരണ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ചിലരുടെ മേൽ ദൈവാത്മാവ് നിന്നെ ചില ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നു. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം, അത് ഒരു അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ ഉലാത്തുന്ന ശബ്ദം, അവന്റെ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം കേൾക്കാൻ എത്ര പേർ ദൈവത്തിന് തയ്യാറാകുന്നു? ഇന്ന് രാവിലെ സമയം അവർ ആത്മാവിലായിരുന്നുവെങ്കിൽ എന്ന് ഞാനൊന്ന് കൊതിക്കുകയാണ്. സ്തോത്രം. എന്ന് മാത്രമല്ല, 2, അത് 10-ാം വാക്യത്തിൽ ആത്മാവിലായിരുന്ന യോഹന്നാൻ 12-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു.
അപ്പൊ കേൾവിയായിരുന്നു ആദ്യം, രണ്ടാമത് കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയാണ് കർത്താവിന്റെ അങ്കലാവണ്യത്തെ യോഹന്നാൻ വർണ്ണിക്കുന്നു. മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശ്യമായ കാലുകളോടുകൂടി എന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കുഞ്ഞെ, വല്ലതുമൊക്കെ കേൾക്കണമെങ്കിൽ, വല്ലതുമൊക്കെ കാണണമെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെടണം. സ്തോത്രം. അത് ആത്മാവിനാൽ നിറയപ്പെടാത്ത ഒരുത്തനും ദൈവത്തിൽ നിന്ന് വല്ലതും കേൾക്കാൻ പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് വല്ലതും കാണാനും പറ്റുകയില്ല. അപ്പോൾ ഈ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ആത്മനിറവിൽ വന്നപ്പോൾ 11-ാം വാക്യത്തിലാണ് യോഹന്നാനോട് പറയുന്നത്, എഫസോസിലെ 7 സഭകൾക്ക് നീ ദൂത് കൈമാറാൻ പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 2-3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അത് എഫസോസ് സഭ തുടങ്ങി ലവോദിക്യ സഭ വരെയുള്ള ആസിയിലെ 7 സഭകൾക്ക് യോഹന്നാൻ ദൂത് കൈമാറുക. ഈ ദൂതെന്ന് പറയുമ്പം പഴയ ദൈവദാസന്മാരൊക്കെ ദൂതെന്നല്ല, ലേഖനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. YSKL സാറൊക്കെ പുസ്തകം എഴുതുമ്പോൾ എഫസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യ സഭയ്ക്ക്, അത് ലവോദിക്യ സഭയ്ക്ക് എഴുതിയ ലേഖനം, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് അതാ ബെറ്റർ എന്ന് തോന്നുന്നു. ദൂതെന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, ലേഖനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങളിൽ കുറച്ചുകൂടെ ഒരു ഡീപ്നെസ് ഉണ്ടാകും. സ്തോത്രം. ഇവിടെ ഞാൻ 7 സഭകളെ കുറിച്ച് പറയുമ്പം നിങ്ങൾ ആരും ധരിക്കരുത് ആസിയയിൽ 7 സഭകളെ ഉണ്ടായിരുന്നെന്ന് ധരിക്കരുത്. ആസിയയിൽ 7 സഭയല്ല. ആസിയയിൽ ഞാൻ മനസ്സിലാക്കി 12ഓളം സഭകളുടെ പേര് ഞാൻ പുസ്തകത്തിനകത്ത് കണ്ടെത്തി. സ്തോത്രം. ഉദാഹരണം പറഞ്ഞ ത്രോവാസിലെ സഭ ആസിയയിലെ സഭയാണ്. മിലത്തോസിലുണ്ടായിരുന്ന സഭ ആസിയയിലെ സഭയാണ്. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. 12 സഭകളോളം ആസിയയിലുണ്ട്. ബൈബിൾ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ ഒന്നും പേര് പറയുന്നില്ല. നോക്കി. അപ്പോൾ ഈ അതിനകത്തുനിന്ന് 7 സഭകളെ മാത്രം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ വാക്യം മുഴുവനുള്ള സഭകളുടെ പ്രതിനിധിയായിട്ടാണ് 7 സഭകളെ കൊണ്ടുവന്നത്. ഇത് മർക്കോസിന്റെ മാളിക മുറി മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് വരെയുള്ള കാലഘട്ടത്തെ പ്രതിനിധീകരിക്കാനാണ് ഈ 7 സഭകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക. സ്തോത്രം. ഞാൻ ഈ 7 സഭകളെ ഒന്ന് പഠിച്ചപ്പം ഈ 7 സഭകളും പൈശാചിക ആക്രമണം നേരിട്ട സഭയാണ്. മനസ്സിലാവുന്നുണ്ടോ? 7 സഭകളും പൈശാചിക ആക്രമണം നേരിട്ട സഭയാണ്. സ്തോത്രം. ഈ പൈശാചിക ആക്രമണം നേരിട്ട 7 സഭകളിൽ 6 സഭകളും തകർന്നുപോയി. നോക്കിക്ക്, 6 സഭകളും തകർന്നുപോയി. ഒറ്റ സഭ മാത്രമാണ് ഈ പൈശാചിക ആക്രമണത്തെ അതിജീവിച്ച് പീനിക് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. ആ സഭയുടെ പേര് ഫിലദൽഫിയ സഭ എന്നാണ്. സ്തോത്രം. നോക്കിക്കെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ 7 സഭകളിൽ 6 സഭകളും പൈശാചിക ആക്രമണത്തിൽ തകർന്നപ്പോൾ ഈ സഭ എങ്ങനെയാണ് പൈശാചിക ആക്രമണത്തെ അതിജീവിച്ചത്? എന്തായിരുന്നു അവരുടെ കയ്യിലെ ആയുധം? സ്തോത്രം. അപ്പോൾ എഫസോസിലെ സഭ തകർന്നുപോയി. സ്മുർണയിലെ സഭയെക്കുറിച്ച് ഒരു കുറ്റവും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ആ സഭയും ഒരു സമയം കഴിഞ്ഞപ്പോൾ പോയി. എല്ലാ സഭകളും തകർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഫിലദൽഫിയ സഭയെ മാത്രം തകർക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. ആ സഭ പിശാചിനോട് എതിർത്തു നിന്നു. എങ്ങനെയാണ് പിശാചിനെ എതിർത്ത് അവർ ജയിച്ചത്? 2 ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ സഭയോട്, ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്നുണ്ട്, സ്തോത്രം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും. അപ്പം ഫിലദൽഫിയ സഭ എന്ന് പറയുന്ന സഭ മെഗാ ചർച്ച് അല്ല, ഒരു കൊച്ചു സ്ഥലം സഭയാണ്. വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു കൊച്ചു സ്ഥലം സഭയാണ് ഏത്? ഫിലദൽഫിയ സഭ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ നീ എന്റെ വചനം കാത്തു. നോക്കി. അപ്പോൾ പിശാചിനോട് എതിർത്തത് അവരാദ്യം ഉപയോഗിച്ച ആയുധം എന്താണെന്നറിയാമോ? വചനമാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല, വചനമാണ്. സ്തോത്രം. 2, അവർ പിശാചിനോട് എതിർത്തത് എന്താണെന്നറിയാമോ? എന്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല. അപ്പൊ നോക്കി, നാമമാണ്. ഇന്ന് രാവിലെ സമയം നിന്റെ ഹൃദയത്തിൽ വചനവും അധരത്തിൽ നാമവും ഉണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ബലത്തിൽ തകർക്കാൻ ചിലരുടെ മേൽ ദൈവം ഒരു അതോറിറ്റി കൈമാറാൻ പോകുകയാണ്. ഹൃദയത്തിനകത്ത് ജീവനുള്ള വചനവും അധരത്തിനകത്ത് നാമവും ഉണ്ടെങ്കിൽ വാ തുറന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സഭയോടാകട്ടെ, തലമുറയോടാകട്ടെ, കുടുംബത്തോടാകട്ടെ, പകയോടെ എഴുന്നേറ്റ് വരുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ ശബ്ദയില്ലാത്ത ആത്മയുദ്ധം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരോടാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്. അത് നിന്റെ കയ്യിൽ വചനമുണ്ടോ? നിന്റെ കയ്യിൽ നാമമുണ്ടോ? കർത്താവ് നിന്നോട് പറയുന്നു, ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഫിലദൽഫിയ സഭയെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാ.
ഒരു മന്ത്രവാദിക്കും അടയ്ക്കാൻ കഴിയാത്ത, ഒരാഭിചാരകനും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ അകത്തു വചനമുള്ള അതരത്തിൽ നാമമുള്ളവന് വേണ്ടി ഞാൻ തുറക്കുന്നു എന്നുള്ള ദൂത് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലരോട് കൈമാറുമ്പോൾ തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മടങ്ങി വരട്ടെ പ്രിയരെ. അപ്പോൾ ഈ 7 സഭകളും പൈശാചിക ആക്രമണത്തിലൂടെ പോയി. നിങ്ങളുടെ സഭ, ലോക്കൽ സഭയും പൈശാചിക ആക്രമണത്തിലൂടെ പോകും 100%. എന്താ സാത്താന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ അധികാരം കൊടുത്തിരിക്കുന്ന മൊത്തം സഭയ്ക്കാണ്, അതോറിറ്റി മൊത്തം സഭയ്ക്കാണ്. ഒരു സ്ഥലം സഭ എവിടെയെങ്കിലും ആട്ടെ, ഏതെങ്കിലും സ്ഥലത്താകട്ടെ, ഒരു സ്ഥലം സഭ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സഭയാണെങ്കിൽ ആ സഭയ്ക്കായിരിക്കും ആ ദേശത്ത് അധികാരം. സ്തോത്രം. അപ്പം വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്ഥലം സഭ ഒരിടത്ത് നിൽപ്പുണ്ടെങ്കിൽ ആ ദേശത്ത് പിശാചിന്റെ ഓപ്പറേഷൻ അധികം നടക്കുകയാണ്. സ്തോത്രം. ആ സഭയുടെ അധികാരം അവിടെ ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സാത്താന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയുടെ വിശുദ്ധി എങ്ങനെയും കളയുക. കാരണം വിശുദ്ധി ഉണ്ടെങ്കിൽ അധികാരം ചലിക്കുള്ളൂ. സഭയുടെ വിശുദ്ധി എങ്ങനെയും കളയുക. നാടൻ ഭാഷ പറഞ്ഞാൽ സഭയെ മലിനപ്പെടുത്തുക. അതാണല്ലോ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കൂടുതൽ കേൾക്കുന്നത്. സഭ എന്ത് ചെയ്തോണ്ടിരിക്കുക? മലിനപ്പെടുത്തുക. അത് സാത്താൻ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം സഭ മലിനപ്പെട്ടാൽ മാത്രമേ സഭയ്ക്ക് കൈമാറി അധികാരം ചലിക്കാതിരിക്കൂ. ഉദാഹരണം പറയാം. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? പുളിപ്പിക്കും. ചെറിയത് മതി, പക്ഷെ മൊത്തം പുളിപ്പിക്കും. കോംപ്രമൈസ് ചെയ്യരുത്. അല്പമല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഉള്ളൂ, അതൊന്ന് ഇച്ചിരി ശരിയായിക്കോളും. നോ 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 നോ. അസാരമാണ്, മൊത്തം പുളിപ്പിക്കും. സ്തോത്രം. എന്തായിരുന്നു അവിടുത്തെ പുളിമാവ്? കൊരിന്ത്യ സഭയെ മലിനമാക്കിയ പുളിമാവ് എന്തായിരുന്നു? ദുർനടപ്പായിരുന്നു. സ്തോത്രം. ഇനി ഗലാത്യ സഭയിലേക്ക് വന്നേ. അവിടെ പൗലോസ് പറയുന്നു അവിടെ ഒരു പുളിമാവ് ഉണ്ടായിരുന്നു. അവിടുത്തെ പുളിമാവ് എന്തായിരുന്നു? ദുരുപദേശം എന്ന പുളിമാവായിരുന്നു. ഇങ്ങനെ ഓരോ സഭകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഓരോ സഭകളെ മലിനമാക്കാൻ പിശാച് ഓരോ പുളിമാവും കൊണ്ട് വരുമായിരുന്നു. അപ്പൊ നിങ്ങളുടെ സഭയെ നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കിയാൽ നിങ്ങളുടെ സഭയെ മലിനമാക്കാൻ പിശാച് എന്തെങ്കിലും പുളിമാവും കൊണ്ട് വരും. ഗ്രൂപ്പിസമായിരിക്കും, ചിലപ്പോൾ തർക്കങ്ങളായിരിക്കും, അഭിപ്രായ വ്യത്യാസം, പല ടൈപ്പാണ്, പല വേർഷനാണ്. ഇതിന്റെ പുറകിലെ ഉദ്ദേശം സഭയെ മലിനമാക്കി അതുവഴി സഭയിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന അധികാരത്തെ നിർജീവമാക്കുക എന്നുള്ളതാണ് സാത്താന്റെ പദ്ധതി. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നീ ആ പദ്ധതിക്കകത്ത് പെട്ടുപോകരുത്. സ്തോത്രം. നോക്കി, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഓടിപ്പോകട്ടെ. അപ്പോൾ ഈ സഭകളെ മൊത്തം നിങ്ങൾ പരിശോധിച്ചാൽ 7 സഭകളും പൈശാചിക ആക്രമണം നേരിട്ടു എന്ന് മാത്രമല്ല, ഈ ചില സഭകളോട് കർത്താവ് ഡയറക്റ്റ് തന്നെ സാത്താന്റെ പേര് പറഞ്ഞു പറയുന്നുണ്ട്. ചില സഭയോട് സാത്താന്റെ പേര് പറയുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം, ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ചൂണ്ടിക്കാണിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പൊ പറയാൻ സമയമില്ല. ഉദാഹരണം, നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിൽ സ്മുർണ സഭയോട് പറയുമ്പോൾ, സ്മുർണ 2-ാം അധ്യായം 9-ാം വാക്യം, സ്മുർണ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയാണ്, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ സാത്താന്റെ പള്ളിക്കാർ കൊണ്ടുവന്ന ദൂഷണം ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പം സ്മുർണ സഭയ്ക്ക് നേരെ എന്തു വന്നു? സാത്താന്റെ പള്ളിയിൽ നിന്ന് ആക്രമണം വന്നു. കണ്ടോ? ഇനി അത് മാത്രമല്ല, 10-ാം വാക്യം വായിക്കുമ്പോൾ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. കണ്ടോ? ഇത് ഈ 10 ദിവസം തടവിലാക്കും എന്ന് പറഞ്ഞത് 10 നീറോ ചക്രവർത്തിമാരെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ അക്ഷരീയ വ്യാഖ്യാനമാണ്, അതിലൊക്കെ വരുന്നില്ല. നോക്കിയാൽ ഇവിടെ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. അപ്പം ഈ സഭ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആക്രമണം നേരിട്ട സഭയാ. ഇനി അടുത്ത സഭ നോക്കിയേ, പെർഗമോ സഭ. എന്താ സഭയോട് പറയുന്നത്? 13-ാം വാക്യത്തിൽ പറയുന്നത് 2:13, നീ പാർക്കുന്ന സ്ഥലം എവിടെയാ? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താ നീ പാർക്കുന്നത്. അപ്പം ആ സഭയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അയ്യോ, ചിലർ പറയുന്നത് കുമ്പനാട്ടങ്ങാൻ ഇച്ചിരി സ്ഥലം കിട്ടിയായിരുന്നു, നല്ലായിരുന്നു, പോയി താമസിക്കായിരുന്നു. പിശാചിന്റെ സിംഹാസനം മൊത്തം വെച്ചിരിക്കുന്നത് ഇപ്പൊ കുമ്പനാടാ. പിശാചില്ലാത്ത എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയായിരുന്നു പണ്ടേ ഞാൻ വാങ്ങിച്ചത്. നീ ചൊവ്വായി പോയാലും ഭൂട്ടാനിൽ പോയാലും അവിടെ പിശാചുണ്ട്. കാരണം പുള്ളി ഇന്ന് ലോകം മൊത്തം പുള്ളിയുടെ ഏൽപ്പിച്ചിരിക്കുക. കുമ്പനാടാണെന്ന് എനിക്ക് തോന്നി ഇപ്പൊ കൂടുതൽ സിംഹാസനം. കുമ്പനാട്, മുളക്കടയും പുനലൂരും ഒക്കെ കൂടുതൽ സിംഹാസനം ഇട്ടേക്കുന്ന പുള്ളി. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും അത്രയും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറയാം കേട്ടോ. സാത്താന്റെ സിംഹാസനമാ എവിടെ? പെർഗമോസിൽ.
അപ്പം പെർഗമോ സഭയ്ക്ക് പൈശാചിക ആക്രമണം നേരിട്ടില്ലേ? ഇനി അടുത്തത് എന്താ? തുയതൈര സഭ. എന്താ തുയതൈര സഭയോട് പറയുന്നത് നോക്കി. തുയതൈര സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്ന പദം എന്താ വെച്ചാൽ, സാത്താന്റെ ആഴങ്ങളിലേക്ക് പോയ സഭ. നോക്കിയേ, സാത്താന്റെ ആഴങ്ങളിലേക്ക് പോയ സഭ. 2-ാം 24-ാം വാക്യത്തിൽ പറയുകയാണ്, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും. അപ്പം സാത്താന്റെ ആഴങ്ങളിൽ പോകാത്ത കുറച്ചു പേരെ ഖബറുള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേര് ഇവിടെ പോയി, സാത്താന്റെ ആഴങ്ങളിലേക്ക് പോയി. ഇനി നിങ്ങൾ ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സാത്താന്റെ പള്ളിക്കാരായവരെ നിന്റെ കാൽക്കൽ ഞാൻ വരുത്തുമെന്ന്. അപ്പൊ ഈ സാത്താന്റെ പള്ളിക്കാരായവർ ഒരു സമയത്ത് ഫിലദൽഫിയ സഭയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരാ. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ അവരെ നിന്റെ കാൽക്കൽ വരുത്തും, അങ്ങനെ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ വെളിപ്പെടുത്തുമെന്നാ പറയുന്നത്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സഭകളെല്ലാം പൈശാചിക ആക്രമണത്തിലൂടെ പോയത്. ഇനി ഞാൻ ഓടിച്ചു പറയാം, എനിക്ക് സർദീസിലോട്ടൊന്ന് വന്ന് വേണം നിർത്താൻ. അതിന് ഞാൻ ഈ സഭകളുടെ പേരിന്റെ അർത്ഥം മാത്രം പറയുമ്പോൾ തന്നെ ആ സഭകൾ നേരിട്ട ആക്രമണം നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. ഒന്ന്, എഫസോസ് സഭ നേരിട്ട ആക്രമണം. എഫസോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അയഞ്ഞതെന്നാണ്. അയഞ്ഞത് എന്താണ്? അവിടെ അയഞ്ഞു പോയത്. സ്തോത്രം. കർത്താവ് ആ സഭയോട് പറയുന്നത് ഒരു കുറ്റമേ പറയുന്നുള്ളൂ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയതൊരു കുറവ് നിന്നെ കുറിച്ച് ഉണ്ട്. നല്ല സഭയാ, പ്രവർത്തിക്കുന്ന സഭയായിരുന്നു. കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ട്രാക്ട് കൊടുക്കാൻ പോകുമായിരുന്നു, പരസ്യോഗം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവരോട് പറയുന്നത്, നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, ഇതെല്ലാം ഞാൻ അറിയുന്നു. സ്തോത്രം. അപ്പൊ പ്രവർത്തിക്കുന്ന സഭയായിരുന്നു. പക്ഷെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, പ്രവർത്തിക്കുന്ന സഭയായിരുന്നെങ്കിൽ ആദ്യ സ്നേഹം ഇല്ലാതെ പോയി. അപ്പൊ പിശാച് അവിടെ അയച്ചു കളഞ്ഞു. എന്താ അയച്ചു കളഞ്ഞത്? ഫസ്റ്റ് ലവ്. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ഒരു സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഫസ്റ്റ് ലവ് ആണ്. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫസ്റ്റ് ലവ് ആണ്. എന്താ ഈ ഫാമിലിയൊക്കെ ഇപ്പൊ തകർന്നു പോകുന്നതെന്നറിയോ? മിക്കവാറും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാലമാണ്. ഫസ്റ്റ് ലവ് തകർന്നു പോയാൽ ഡിവോഴ്സ് ഉണ്ടാകും. ഇനി ചില വീടുകളിലൊന്നും ഡിവോഴ്സ് ഫിസിക്കലി ഇല്ലെന്നേ ഉള്ളൂ, മെന്റലി ഡിവോഴ്സ്ഡാ. ഭാര്യയും ഭർത്താവും തമ്മിൽ മെന്റലി ഡിവോഴ്സ്ഡാണ്. അവർ തമ്മിൽ കോൺവെർസേഷനുകളില്ല. ചിലർ 2 റൂമിൽ കിടക്കുന്നു, ആശയവിനിമയങ്ങളില്ല. അവർ തമ്മിൽ വിവാഹം നിശ്ചയിക്കുന്നതിനുള്ള സ്നേഹമൊന്നുമില്ല. നീ മെന്റലി ഡിവോഴ്സ്ഡാണ്. എന്താ കാര്യം അറിയോ? ആ ഫാമിലിക്കകത്ത് സന്തോഷമില്ല. ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കുന്നില്ല, ആ രാത്രിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. എന്താ കാര്യം? ഫസ്റ്റ് ലവ് പോയി. ഇന്റിമസി വേണമെങ്കിൽ ഫസ്റ്റ് ലവ് വേണം. ഒരു സഭ, ആ സഭ തുടങ്ങുന്ന സമയത്ത് സഭയ്ക്ക് പണമൊന്നും ഇല്ല, ഞെരുക്കവും കഷ്ടമൊക്കെയാ, ആള് കുറവാ, 10 പേരെ ഉള്ളെങ്കിലും ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. ആ 10 പേര് ഒറ്റ ഹൃദയമായിരുന്നു, ഒറ്റ മനസ്സായിരുന്നു. അതുകൊണ്ട് സഭ വളർന്നു. പക്ഷെ സഭ വളർന്നു കഴിഞ്ഞപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ആ സഭയ്ക്കകത്ത് ഫസ്റ്റ് ലവ് ഊറ്റിക്കളഞ്ഞു. സ്തോത്രം. അയച്ചു കളഞ്ഞു. ഇന്ന് ആ കെട്ടു ദൈവാത്മാവ് അഴിക്കാൻ പോകുകയാ. സ്തോത്രം. നിന്റെ സഭയ്ക്കകത്താകട്ടെ, നിന്റെ കുടുംബത്തിനകത്താകട്ടെ, നിലനിൽക്കേണ്ട ആദ്യ സ്നേഹത്തെ അയച്ചു കളയുന്ന പൈശാചിക പ്രതലങ്ങളെ, ആക്രമണങ്ങളെ വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിരോധിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചാട്ടെ. വാ തുറന്ന് ആത്മാവിൽ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകട്ടെ. അതൊരു പൈശാചിക ആക്രമണമാണ്. നിന്റെ നിലനിൽപ്പിനെ, നിന്റെ അടിസ്ഥാനം പൊളിക്കുന്ന ആ ആക്രമണത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാൻ എത്ര ദൈവമൊക്കെ ആത്മാവിൽ തയ്യാറാകുന്നു. ഇനി 2-ാമത്തെ സഭയുടെ പ്രത്യേകത സ്മുർണ സഭയാണ്. സ്മുർണ എന്ന വാക്കിന്റെ അർത്ഥം മൂര് അല്ലെങ്കിൽ കയ്പ് എന്നാണ്. AD 100 മുതൽ AD 312 വരെയുള്ള 200 വർഷക്കാലമാണ് സ്മുർണ സഭയുടെ കാലഘട്ടം. ഈ സഭാ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച കാലം. എന്ന് പറഞ്ഞാൽ കൊന്നൊടുക്കുകയായിരുന്നു, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയായിരുന്നു. കൈപ്പേറിയ കാലം, വേദനാജനകമായ കാലം, ഏറ്റവും വലിയ മുറിവേറ്റ കാലം. അതുകൊണ്ടാണ് ആ സഭയുടെ കർത്താവ് പറയുന്നു, നിന്റെ കഷ്ടത, നിന്റെ ദാരിദ്ര്യം, നിനക്ക് നേരെയുള്ള ദൂഷണം, ഇത് 3ഉം ഞാൻ അറിയുന്നു. പിശാച് ആ സഭയ്ക്ക് നേരെ ഈ 3 രീതിയിലാണ് ആക്രമിച്ചത്. ഒന്ന്, ആ സഭയ്ക്ക് കഷ്ടത വരുത്തി. കഷ്ടത എന്ന് പറഞ്ഞാൽ കൊല്ലുക, ക്രിസ്ത്യാനികളെ കണ്ടിട്ട് കൊന്നൊടുക്കുക, കഷ്ടത, ശാരീരിക പീഡനം. 2, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. കോടീശ്വരന്മാരായിരുന്നു സഭയ്ക്കകത്തുണ്ടായിരുന്നേ. പക്ഷെ ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യാനിയായ നിമിത്തം ഇതെല്ലാം കണ്ടുകെട്ടി ഒരു കവർ പാല് വാങ്ങിക്കാൻ കാശില്ലാത്ത ദരിദ്രരായി മാറി. നോക്കി,
മൂന്നാമത് രാജ്യദ്രോഹികൾ എന്നുള്ള ദൂഷണ കുറ്റം. നോക്കിയേ, 3 രീതിയിലാണ് പിശാച് ആക്രമിച്ചത്. കർത്താവ് നിങ്ങളോട് ദൂത് പറയുന്നു. 2026 കാലുവെക്കാൻ പോകുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നിന്നെ ശാരീരികമായ കഷ്ടതകളിൽ പെടുത്തി, സാമ്പത്തികമായി നിന്നെ ബന്ധിച്ച്, നീ മനസ്സറിയാത്ത ദൂഷണങ്ങൾക്കകത്ത് നിന്നെ കുരുക്കാൻ പിശാച് നിനക്കെതിരെ ഒരുക്കുന്ന ചില ട്രാപ്പുകൾ, ചില ആക്രമണ തന്ത്രങ്ങൾ അധരം തുറന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാളെ സംഭവിക്കേണ്ട ചിലതിനെ ഇന്ന് പകൽ ബന്ധിക്കാം. നിന്റെ നാവിന്മേൽ അധികാരം തന്നിരിക്കുമ്പോൾ അടങ്ങിയിരിക്കരുത്. അധരം തുറന്ന് ആ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നവർ ഇന്ന് രാവിലെ സമയം അതിനെ ഒന്ന് ആത്മാവിൽ ബ്രേക്ക് ചെയ്യട്ടെ. നിർജീവത്വമായിരുന്നു ദൂത് കേൾക്കരുത്. നിനക്കെതിരെയുള്ള ചില സ്ട്രാറ്റജികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. സ്തോത്രം. മൂന്നാമത്തെ സഭയുടെ പേരാണ് പെർഗമോസ്. പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം വിവാഹത്തിലൂടെ ഉയരുക എന്നുള്ളതാണ്. വിവാഹത്തിലൂടെ ഉയരുക, മാരിയേജ്, വിവാഹത്തിലൂടെ ഉയരുക. സ്തോത്രം. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച് ഡൗറി വാങ്ങിച്ച് ഉയർന്നതിനാൽ എന്ന് പറയുന്നത് ഒരർത്ഥമാണ്. വിവാഹത്തിലൂടെ ഉയരുക അർത്ഥം ഇത്രയേ ഉള്ളൂ. പെർഗമോസിന്റെ കാലഘട്ടം സഭ അതുവരെ കാത്തു സൂക്ഷിച്ച ഉപദേശ വിഷയങ്ങൾക്കൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. പെർഗമോസ് കാലഘട്ടത്തിലാണ് കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായതും അതേ മാർപ്പാപ്പയുടെ പദവികൾ സഭയിലേക്ക് വരുന്നത്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വരുന്നത്, എല്ലാ ദുരാചാരങ്ങളും സഭയ്ക്കകത്ത് കയറി വന്ന കാലഘട്ടം. എന്ന് പറഞ്ഞാൽ സഭ ലോകത്തെ വിവാഹം കഴിച്ച കാലഘട്ടം, സഭ ലോകവുമായി ഇഴുകിച്ചേർന്ന കാലം. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആത്മാവെന്ന് പറയുന്നു, നീ തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടാത്ത ജനമാണ്. നീ അങ്ങനെ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്നെ ലോകവുമായി ഇഴുകിച്ചേർത്ത്, നിന്നെ ലോകവുമായി വിവാഹം കഴിപ്പിച്ച്, ലോകമേതാ സഭ ഏതാന്ന് അറിയാൻ മേലാത്ത അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ പിശാചൊരുക്കുന്ന ചില പദ്ധതികൾ, നിന്റെ തലമുറകളിലൂടെ പുതിയ ജനറേഷനിലൂടെ ഒക്കെ സാത്താൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില പ്ലാനുകളൊക്കെ ഇന്ന് പകലിൽ ദൈവാത്മാവ് പൊളിച്ചു കളയാൻ പോകുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സ്ട്രാറ്റജികളുടെ മേൽ ദൈവാത്മാവ് ജയമയക്കാൻ പോവുകയാണ്. ഇതാണ് പെർഗമോസ് കാലഘട്ടം. സ്തോത്രം. പണ്ടൊക്കെ ഒരു വിശ്വാസിയെ ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടാലും വിശ്വാസിയാണെന്ന് തിരിച്ചറിയായിരുന്നു. ഇന്നിപ്പം വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് അറിയാൻ പറ്റിയില്ല. കാരണം ലോകവുമായി വിവാഹം കഴിച്ചിരിക്കുക. സ്തോത്രം. കൂടുതലും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളെല്ലാം ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത്, മലയാളം ചർച്ചിൽ വരത്തില്ല. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ചോദിച്ചു, എന്താ ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ വെച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ആരും ജഡ്ജ്മെന്റ് ചെയ്യാനില്ലെന്ന് പറഞ്ഞു. മലയാള ചർച്ചിൽ ചെന്നാൽ ജഡ്ജ്മെന്റ് ചെയ്യും, ഇംഗ്ലീഷ് ചർച്ചിൽ എന്തില്ല? ജഡ്ജ്മെന്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇറക്കം കുറഞ്ഞ ഡ്രസ് ഇട്ട് മുട്ട് വരെയുള്ള പാവാട പോലത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് പോയാലും, മുടിയെ കളറ് തേച്ചാലും, പുരികം പഠിച്ചാലും, ഇംഗ്ലീഷ് ചർച്ചിൽ ചെന്നാൽ ഇതൊന്നും നോക്കാൻ അവിടെ ആരുമില്ല. അവരാരും ജഡ്ജ്മെന്റ് ചെയ്യത്തുമില്ല. മലയാളം ചർച്ചിൽ ചെന്നാൽ ഇത് കണ്ട സങ്കീർത്തന പ്രബോധനത്തിന് പാസമായ ഒരു കുത്തുറപ്പാണ്. പിന്നെ യോഗം കഴിയുമ്പം അമ്മാമ്മമാരുടെ തുറിച്ചു നോട്ടം ഉറപ്പാണ്. പിന്നെ പിള്ളേരുടെ അപ്പനും അമ്മയോട് ചോദിക്കും, നിങ്ങളും കൂടെ കണ്ടിട്ടാണോ ഇതൊക്കെ അനുവദിക്കുന്നത്? ജഡ്ജ്മെന്റുകൾ. അപ്പൊ ആരെയും പേടിക്കാതെ ആരാധിക്കണമെങ്കിൽ എവിടെ പോണം? ഉണ്ടെന്നില്ല ആരും. സ്തോത്രം. മലയാളി ചർച്ച വന്ന ഇതൊക്കെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് തിരുവഴുത്ത് പറയുന്നത്. അത് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ട്, ചെയ്യരുത്. തിരുവഴുത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. ലോകവുമായി ഇടകലർത്തുകയാണ്. സ്തോത്രം. പെർഗമോസ് കാലഘട്ടം അതാണ് സാത്താന്റെ മൂന്നാമത്തെ സ്ട്രാറ്റജി. 1, ആദ്യ സ്നേഹത്തെ തകർത്തു. 2, കഷ്ടവും ദാരിദ്ര്യവും ദൂഷണവും കൊണ്ടുവന്നു. 3, ലോകത്തെ വിവാഹം കഴിപ്പിച്ചു. 4, തുയതൈര എന്ന വാക്കിന്റെ അർത്ഥം കണ്ടിന്യൂസ് സാക്രിഫൈസസ് എന്നാണ്. യാഗം തുടരട്ടെ എന്നാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്യാഗം ഉണ്ടായ കാലമാണ്. 1000 വർഷമായിരുന്നു ആ കാലം. 1000 വർഷത്തെ ഡാർക്ക് ഏജിലൂടെ സഭ പോയ കാലം, വിശ്വാസത്യാഗത്തിന്റെ കാലം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് ഒരു അമ്മാമ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അവള് പൂണ്ട് വിളയാടിയ കാലമാണ്. പ്രൊഫറ്റ് ജിസബേൽ. അയ്യോ, എന്തായിരുന്നറിയോ? കൃത്യമായി പ്രവചിക്കുകയും ചെയ്യും, കൃത്യമായി വ്യഭിചാരവും ചെയ്യുമായിരുന്നു. അപ്പൊ പ്രവചനവും വ്യഭിചാരവും ഒരുപോലെ കൊണ്ടുപോയ കാലമാണ് ഏത്? നിങ്ങൾ മിണ്ടുന്നേ ഇല്ല. സ്തോത്രം. എനിക്ക് പലരും തുറന്നു പറയാൻ ലൈവായതുകൊണ്ട് പറയാത്തെ. പല ആളുകളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ പവർ വിഷനകത്തും
അല്ലെങ്കിൽ ഫ്ലെക്സയിലും പോസ്റ്ററിലൊക്കെ പലരും വരുന്നുണ്ടെങ്കിലും പലരെയും വെളിപ്പാടിൽ നോക്കുമ്പോൾ ഇന്നായിരുന്നു ഞാൻ പറഞ്ഞില്ല, വിവാദമാക്കി വെക്കരുത്. വെളിപ്പാട് നോക്കിയാൽ ഒരു ഭാഗത്ത് പ്രൊഫറ്റ് ആണെങ്കിലും മറുഭാഗത്ത് വ്യഭിചാരം ചെയ്യുന്ന പലരെ എനിക്കറിയാം. സ്തോത്രം. ഒരു കാര്യം ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയാം, ഇത് വിശ്വാസത്യാഗം വരുത്തിയ കാലമാണ്. ഉള്ളവരെ കൂടെ കൃപയിൽ നിന്ന് കളയുന്ന കാലമായിരുന്നു. ഇതാണ് സാത്താന്റെ ഭയങ്കര സ്ട്രാറ്റജിയ, വിശ്വാസത്യാഗം വരുത്തിയ കാലം. ഇത് 1000 വർഷം ഈ കാലഘട്ടത്തിലായിരുന്നു. ഈ 4 കാലഘട്ടം കഴിഞ്ഞ് 5ാമത്തെ കാലഘട്ടത്തിലേക്ക് വന്നതിന്റെ പേരാണ് സർദീസ്. സ്തോത്രം. അപ്പം 1000 വർഷത്തെ ഈ ഡാർക്ക് ഏജിനകത്തുനിന്ന് സഭ വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന സഭയുടെ പേരാണ് എന്ത്? സർദീസ്. സർദീസ് എന്ന വാക്കിന്റെ അർത്ഥം ശേഷിപ്പ് എന്നാണ്. ഒരിക്കൽ ശേഷിപ്പ് എന്നാണ്. സ്തോത്രം. അപ്പം ഈ സഭയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ നിനക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഡാർക്ക് ഏജിനകത്തുപെട്ട് 1000 വർഷത്തെ ഇരുട്ടിനകത്തുപെട്ട് ഒത്തിരി പേര് വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ട് കൃപയിൽ നിന്ന് വീണുപോയപ്പോൾ, ഈ ഡാർക്ക് ഏജിനകത്ത് കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ ജീവിതത്തെ സൂക്ഷിച്ച് നഖശികാന്തം ആത്മാവിൽ പോരാടി അതിനകത്തുനിന്ന് ഞെരുക്കം അനുഭവിച്ചിറങ്ങി വന്ന ഒരു ശേഷിപ്പിനെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനപ്പെടുന്നു. കാരണം 1000 വർഷത്തെ ഡാർക്ക് ഏജിൽ ഒത്തിരി എണ്ണം കൃപയിൽ നിന്ന് പോയപ്പം, ഒത്തിരി എണ്ണം വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ടപ്പോൾ, വിശ്വാസത്യാഗത്തിൽ അകപ്പെടാതിരിക്കാൻ നഖശികാന്തം ആത്മാവിൽ പോരാടി ഞെരുക്കം അനുഭവിച്ച് കഷ്ടം അനുഭവിച്ച് അതിനകത്തുനിന്ന് പുറത്തിറങ്ങി വന്ന ശേഷിപ്പായിരിക്കുന്ന സർദീസേ, എനിക്ക് നിന്നെ കുറിച്ചൊരു അഭിമാനമുണ്ട്. ഉടുപ്പ് മലിനമാകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി സഹിച്ചതെല്ലാം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് പകലിൽ നീ പ്രവചിച്ചു എന്നുള്ളതല്ല, നീ വെളിപ്പാട് പറഞ്ഞു എന്നുള്ളതല്ല, നീ ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല, പിന്നെ എനിക്ക് നിന്നെ കുറിച്ചൊരു അഭിമാനം. ഉടുപ്പ് മലിനമാകാതിരിക്കാൻ നീ ആ 1000 വർഷത്തെ ഡാർക്ക് ഏജിൽ നീ പോരാടിയ പോരാട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനിക്കാതിരിക്കാൻ കഴിയില്ല. സർദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സർദീസ് സഭയ്ക്കകത്ത് 2 കൂട്ടം വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. 2 കൂട്ടം വിശ്വാസികൾ സർദീസ് സഭയ്ക്കകത്തുണ്ടായിരുന്നു. സ്തോത്രം. ഈ സഭയെ കർത്താവ് വിളിച്ച പേരെന്താണെന്നറിയോ? സർദീസ് സഭയെ കർത്താവ് വിളിച്ച പേരെന്താ? ചത്ത സഭ, ഡെഡ് ചർച്ച്. മിക്കവാറും കേരളത്തിലൊക്കെ ഈ സഭ ഒത്തിരി ഉണ്ട്, ചത്ത സഭ. ഈ സഭയ്ക്കകത്ത് 2 കൂട്ടം വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഒന്ന് ചത്ത വിശ്വാസി ഉണ്ടായിരുന്നു, 2 ചാകാറായ വിശ്വാസി ഉണ്ടായിരുന്നു. ഈ 2 വിശ്വാസി മിക്കവാറും സഭകൾക്കകത്തൊക്കെ ഉണ്ട്, ചത്ത വിശ്വാസിയും ചാകാറായ വിശ്വാസിയും. പിന്നെ ചില വിശ്വാസികൾക്ക് ചത്തെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ കഷ്ടം. ചത്തിരിക്കാതെ പോലും അവർക്കറിയത്തില്ല. ഞാൻ ചത്തതാണെന്ന് അറിയാനുള്ള 2 ലക്ഷണം പറയാം. ഒത്തിരി ലക്ഷണമുണ്ട് തിരുവെഴുത്ത് പറയുന്നത്, 2 എണ്ണം മാത്രം പറയാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല. അപ്പൊ അർത്ഥം എന്താ? വീണ്ടും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിച്ചാൽ എന്ത് സംഭവിക്കാൻ പറ്റൂ? നിന്റെ ജനത്തിന് നിന്നിൽ ആനന്ദിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ആത്മീക മരണത്തില്ല. ആത്മീക മരണത്തിൽ കിടക്കുന്നവന് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല, ആനന്ദിക്കാൻ പറ്റുകയില്ല. കണ്ടില്ലേ യോഗത്തിന് വന്നിട്ടിരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? ഇറിറ്റേറ്റഡ് അവര്. 50 പ്രാവശ്യം വാച്ച് നോക്കും, തീരുന്നില്ലല്ലോ, ഈ പുള്ളി പ്രസംഗം നിർത്തുന്നില്ലല്ലോ. പണ്ട് ഒരു ദേവാസം പ്രസംഗിച്ച് 1 മണി എന്നുള്ളത് 1:30 ആയപ്പം ഒരു 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 ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ കേട്ടെ, ഇതിനെയാണ് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എന്ന് പറയുന്നത്. നോക്കി. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, അവൻ ചത്ത വിശ്വാസിയാ. അവന് ഡോക്ടറുടെ അടുത്ത് പോയി എത്ര സമയം ക്യൂ നിൽക്കുന്നതിന് കുഴപ്പമില്ല. വേറെ ഏത് കാര്യത്തിനും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ, വചനത്തിന്റെ മുന്നിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ ചത്തിരിക്കുക. കുഞ്ഞെ, ആത്മീക മീറ്റിങ്ങിനകത്ത് വന്നിരുന്ന് നീ ഇറിറ്റേറ്റഡ് ആയും വാച്ച് നോക്കിയും തീരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീ ഓർക്കേണ്ട ഒരു കാര്യം, നിന്റെ അകത്ത് ആത്മീക മരണം സംഭവിച്ചു കഴിഞ്ഞു. നിനക്ക് ദൈവ സാന്നിധ്യം, നിനക്ക് വചനം, നിനക്ക് ആരാധന, ഇതൊന്നും നിനക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നീ ആത്മീക മരണത്തില. സ്തോത്രം. 2ാമത്തെ കാര്യം, സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്. ജീവനുള്ളവന്റെ ലക്ഷണം അവൻ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം.
അതരത്തിനകത്തുനിന്ന് റേഷൻ കണക്കിന് സ്തുതിക്കുന്നവനാണോ, അതരത്തിനകത്തുനിന്ന് സ്തുതി അറ്റുപോയിട്ടുണ്ടോ, ഓർത്തുകൊള്ളുക, ആത്മീക മരണത്തിനകത്താണ് നീ പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഇത് ഫിസിക്കൽ ഡെത്ത് അല്ല, ഇത് സ്പിരിച്വൽ ഡെത്ത് ആണ്. അതല്ലേ ഇളയ മകനെ കുറിച്ച് അപ്പം പറഞ്ഞില്ലേ? ഏതാ ഇളയ മകൻ, മുടിയനായ പുത്രൻ എന്ന് ബന്ധക്കോശാര് വിളിക്കുന്ന ഈ ഇളയ മകനെ കുറിച്ച് അപ്പൻ എന്താ പറഞ്ഞത്? എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിക്കുന്നു. 2 പ്രാവശ്യം അപ്പം പറഞ്ഞു, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭവനം വിട്ടു പോകുന്നവരെല്ലാം മരിച്ചവരാണ്. സ്തോത്രം. ഇതാ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പറയുകയാണ്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ സഭയ്ക്കകത്ത് മരിച്ച വിശ്വാസികളുമുണ്ട്, മരിക്കാറായ വിശ്വാസികളുമുണ്ട്. ഒരു വെളിപ്പാടിലേക്ക് ഞാനൊന്ന് വരട്ടെ. സ്തോത്രം. ഈ മരിച്ചു എന്ന് പലർക്കും അറിയത്തില്ല. സങ്കടത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, നീ മരിച്ചു എന്ന് നീ ഇപ്പൊ നിനക്ക് അറിയത്തില്ലെങ്കിലും നാളെ, സ്തോത്രം, നാളെ നീ ജീവൻ പ്രകടിപ്പിക്കേണ്ട സമയം വരും. നിന്റെ അകത്തെ ജീവൻ പ്രകടിപ്പിക്കേണ്ട സമയം വരും. അപ്പടാ നിനക്ക് മനസ്സിലാകുന്നത് നീ ആത്മീക മരണത്തില. ഇങ്ങനെ പറ്റിയ ഒരാൾ വേദപുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശിംശോൻ എന്നാണ്. സ്തോത്രം. ജീവൻ പ്രകടിപ്പിക്കേണ്ട സമയം വന്നു. അപ്പോൾ പ്രകടിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് യഹോവ തന്നെ വിട്ടുമാറി എന്നറിയാതെ. ശിംശോൻ മുൻപിലത്തെ പോലെ. കണ്ടോ, ഒരു വെളിപ്പാട് കർത്താവ് പറയുന്നു, നീ നാളെ ചില പ്രതിസന്ധികളിൽ വരും, നീ രോഗിയാകും. കഷ്ടതകളിലൂടെ വരുമ്പോൾ നിന്റെ അകത്തെ ജീവൻ പ്രകടിപ്പിച്ച് അതിനെ ഓവർകം ചെയ്ത് പുറത്തു വരേണ്ട ഒരു സമയം നിനക്ക് വരുമ്പോൾ നീ ജീവൻ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് നീ ആത്മീക മരണത്തിലാണ്. സ്തോത്രം. പക്ഷെ ഈ സഭ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ചത്ത സഭയാണ്, ഇപ്പോൾ ചാകാറായ സഭയാണ്. പക്ഷെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് ജീവനുള്ളവൻ എന്ന് പേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മരിച്ചവൻ. അർത്ഥം, പണ്ട് ഈ സഭയ്ക്കകത്ത് രോഗസൗഖ്യം നടന്നിട്ടുണ്ട്, പണ്ട് ഈ സഭയ്ക്കകത്ത് ഭൂതശാന്തി നടന്നിട്ടുണ്ട്, പണ്ട് ഈ സഭയ്ക്കകത്ത് ആത്മപകർച്ചയുണ്ട്. പക്ഷേ കാലക്രമേണ പാരമ്പര്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സഭ ചത്ത സഭ. ആത്മാവ് ചിലരോട് പറയുന്നു, പണ്ട് നീ നന്നായി ആരാധിക്കുമായിരുന്നു, വീടിനകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൈയടിച്ച് അന്യഭാഷയിൽ തനിച്ചു വീട്ടിൽ ആരാധിക്കുമായിരുന്നു, മീറ്റിംഗിൽ വന്നാൽ ആരെ നോക്കത്തിൽ ആരാധിക്കുമായിരുന്നു, ആത്മപകർച്ച ഉണ്ടായിരുന്നു, രോഗസൗഖ്യം ഉണ്ടായിരുന്നു, വലിയ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ എന്ത് ചെയ്തു? ആത്മീക മരണത്തിലേക്ക് വന്നു. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ചില കെട്ടുകളെ ദൈവം അഴിക്കാൻ പോകുകയാ. സ്തോത്രം. പിശാചിനെ കുറിച്ച് പറയുന്ന പദമുണ്ട്, പിശാച് അറുക്കുവാനും മുടിക്കുവാനുമായി വരുന്നു. മനസ്സിലായില്ലേ? ജീവൻ എടുക്കാൻ വരുന്നവനാണ് പിശാച്, ജീവൻ നഷ്ടപ്പെടുത്താൻ വരുന്നവരാണ് പിശാച്. ഇന്ന് പകൽ ദൈവസഭകൾക്കകത്തെ ജീവൻ, നിന്റെ അകത്തെ ജീവനെ അപകരിക്കാൻ വേണ്ടി കയറി വരുന്ന ചില പൈശാചിക ആക്രമണങ്ങൾ സർദീസിന് നേരെ വന്നതുപോലെ ഇന്ന് പകൽ നിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട ജീവൻ, നിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട ആത്മീക ജീവൻ അപകരിക്കാൻ കയറി വരുന്ന എല്ലാ സാത്താനിക മണ്ഡലങ്ങളെയും കൃപ പ്രാപിച്ചവർ വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഒന്ന് ആത്മാവിൽ ശാസിക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് പകലിൽ ചിലരെ ദൈവം ജീവങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പോകുകയാ. സമൃദ്ധിയായ ജീവങ്കിലേക്ക് ചിലരെ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാ. സാധാരണ ജീവങ്കിലേക്കല്ല, സമൃദ്ധിയായ ജീവങ്കിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരികയാ. ചൂടാലാപനഹതിരികമൽക്കമനരക്ഷസി. സ്തോത്രം. ഞാൻ ഈ സഭയെ കുറിച്ച് പഠിച്ചപ്പം ഞാൻ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈ സഭയെ കുറിച്ച് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ഈ സഭയ്ക്ക് വല്ല സാധ്യത ഇനി ഉണ്ടോ? കാര്യം ഓൾറെഡി സഭ എന്ത് ചെയ്തു? മരിച്ചുപോയി. മരിച്ച സഭയ്ക്ക് എന്തെങ്കിലും പ്രത്യാശ ഇനി ഉണ്ടോ? മരിച്ചവർക്ക് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? കർത്താവിനോട് ചോദിച്ചടാ, മരിച്ചുപോയില്ലേ? ഞാൻ പറഞ്ഞു, പോയി കർത്താവ്, വല്ല സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു സാധ്യതയില്ല. മരിച്ചവനെ പിന്നെ എന്ത് ചെയ്യും? ആരെങ്കിലും കാണാനുണ്ടെ മോർച്ചറി വെക്കും, അല്ലെ കൊണ്ട് അടയ്ക്കും, പപ്സും പഴവും കഴിക്കും, പോകും. മരിച്ചവനെ അടക്കുക എന്നേ ഉള്ളൂ. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് എന്നെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ലാസറിനെ ഉയർപ്പിച്ചവനല്ലേ? ഞാൻ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതല്ലേ? വിധവയുടെ മകനെ ഞാൻ ഉയർപ്പിച്ചതല്ലേ? ഞാൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനല്ലേ? അങ്ങനെയെങ്കിൽ സർദീസ് ചത്തതാണെങ്കിലും ഒരു ചാൻസ് കൂടെ ഞാൻ കൊടുക്കാൻ പോകുകയാ. ഞാൻ ആ സഭയെ ഒന്ന് ഉയർപ്പിക്കാൻ പോകുകയാ. ആ സഭയ്ക്ക് ഞാൻ പുനരുത്ഥാനം കൊടുക്കാൻ പോകുകയാ. ഒരവസരം കൂടെ കൊടുക്കാൻ പോകുക. ആരോട് ദൈവാത്മാ പറയുന്നു? നിന്റെ ശുശ്രൂഷയുടെ ദൈവം ഒരു അവസരം കൂടെ നിനക്ക് ഇട്ടുതരാൻ പോകുകയാ. നിന്റെ സഭയ്ക്ക് ഒരു ചാൻസ് കൂടെ ദൈവം നിനക്ക് നൽകി തരാൻ പോകുകയാ. ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ പുനരുത്ഥാനത്തിന് കൊണ്ടുവരാൻ പോകുകയാ. റിസറക്ഷൻ നടക്കാൻ പോകുകയാണ്. ഇന്നുവരെ നിന്റെ ആ മരണത്തിനകത്തുനിന്ന്, ആത്മീക മരണത്തിനകത്തുനിന്ന് ദൈവാത്മാവ് നിന്നെ
അടുത്ത ലെവലിലേക്ക് ഒന്ന് ഉയർപ്പിച്ചെടുക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നു? ഒരു ഉയർപ്പിച്ചെടുക്കുന്ന, നിന്നെ പുനരുത്ഥാനം നടത്തുന്ന, ആത്മീക മരണത്തിനകത്തു നിന്നെ പൊക്കിയെടുക്കുന്ന ഒരു അസാധാരണ മൂവ്മെന്റ് ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ 7 സഭകളെ പരിശോധിച്ചു. 7 സഭകൾക്കും കർത്താവ് തന്നെ വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. എന്താ വെളിപ്പെടുത്തി കാണിക്കുന്നത്? പെർഗമോ സഭയോട് എന്താ പറഞ്ഞത്? ഇരുവായ്ത്തരയുള്ള വാളായവൻ അരുളി ചെയ്യുന്നു. എന്തിനാ ഇരുവായ്ത്തരയുള്ള വാളായവൻ എന്ന് പറയാൻ കാര്യം? പെർഗമോ സഭ ലോകവുമായി ഇടപെടുക നിൽക്കുക. അപ്പൊ ഈ ഇരുവായ്ത്തരയുള്ള വാളും കൊണ്ടുവന്ന് എന്തിനാ? ലോകത്തിൽ നിന്ന് ഇവരെ എന്ത് ചെയ്യണം? അടർത്തി മാറ്റാൻ കർത്താവ് ആ സഭയുടെ പരിഹാരമായിട്ട് പറയുന്നത് ഇരുവായ്ത്തരയുള്ള വാളാണ്. അപ്പോൾ ഓരോ സഭയ്ക്കും കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. വ്യത്യസ്ത പേരില്ല വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തലൊന്നും വെറുതെ വെളിപ്പെടുത്തുകയല്ല. ആ സഭ അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കർത്താവ് ആ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്താ സർദീസിനുള്ള പരിഹാരം? ചത്ത സഭയുടെ പരിഹാരം എന്താ? ഈ സഭയെ ഉയർപ്പിക്കാനുള്ള പരിഹാരം എന്താ? അതിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ 7 ആത്മാവുമായവൻ അരുളി ചെയ്യുന്നു. ആരായി ദൈവത്തിന്റെ 7 ആത്മാവ്? യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ 7 ആത്മാവ്. സക്കറിയ പ്രവചനം 4 കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ 7 ആത്മാവും കൂടെ അടങ്ങിയവന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്, അഥവാ പരിശുദ്ധാത്മാവ്, ഹോളി ഗോസ്റ്റ്. അപ്പം കർത്താവായ യേശുക്രിസ്തു സർദീസ് സഭയിലോട്ട് വരുന്നത്, ഈ ചത്ത സഭയിലേക്ക് വരുന്നത്, ആ സഭയെ ഉയർപ്പിക്കാൻ വരുന്നത്, ആ സഭയുടെ പരിഹാരം എന്താണെന്നറിയാമോ? എന്തിനെ കൊണ്ടാ യേശു വരുന്നത്? പരിശുദ്ധാത്മാവിനെ കൊണ്ടാ വരുന്നത്. അപ്പൊ സർദീസിന്റെ പരിഹാരം എന്താ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ സഭകളുടെ പരിഹാരം, സഭയുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ്. ഈ സൂം മീറ്റിങ്ങിനോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. എത്രമാത്രം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരാമോ, അതാണ് നിങ്ങളുടെ പരിഹാരം. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. എന്തിനാ പരിശുദ്ധാത്മാവുമായിട്ട് വരുന്നതെന്നറിയാമോ? യേശു പരിശുദ്ധാത്മാവാണ് ഉയർപ്പിക്കുന്നത്. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറയാം. താഴ്വരയിൽ കിടന്ന അസ്ഥികളിൽ മാംസവും ഞരമ്പും ത്വക്കും കൈയും കാലും പിടിപ്പിച്ച് ഒരു സൈന്യമാക്കി അവരെ ഉയർപ്പിച്ചെടുത്തവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഉയർപ്പിക്കുന്നവൻ ചലിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഈ പ്രയർ മിനിസ്ട്രി അടുത്ത ലെവലിലേക്ക് പുനരുത്ഥാനം ചെയ്യാൻ, അടുത്ത ലെവലിലേക്ക് ഉയർപ്പിക്കാൻ, നിന്റെ മിനിസ്ട്രിയെ ഉയർപ്പിക്കാൻ, നിന്റെ ആത്മീക മരണത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാ. എത്ര പേർ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകലിൽ ഹോളി ഗോസ്റ്റ് ചിലരെ ഉയർപ്പിച്ചെടുക്കാൻ വേണ്ടി നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരവുമായി വരികയാ. ഞാൻ ഇങ്ങനെ പറയാം, എപ്പോഴാ ഈ സഭ മരിച്ചെന്നറിയാവോ? ഈ സഭ എപ്പോഴാ മരിച്ചത്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എപ്പോൾ കട്ടായോ അപ്പോൾ ഈ സഭ മരിച്ചു. സ്തോത്രം. പിശാചിന്റെ പദ്ധതി എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക, പരിശുദ്ധാത്മാവുള്ള ബന്ധം കട്ട് ചെയ്യുക. ദൈവാത്മാവ് പറയുന്നു, നീ ആത്മാവുമായിട്ടുള്ള ബന്ധം ഒന്ന് ഇഴുകി ചേർന്ന ബന്ധത്തിലേക്ക് വരിക. ഞാൻ ദൈവദാസന്മാരോട് മാത്രം പറയാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ചത്തതിന്റെ പുറകെ നടന്ന് സമയം കളയരുത്. നിങ്ങളുടെ സഭയ്ക്കകത്ത് ചത്തത് പലതും കാണും. അവനെ ഉപദേശിച്ച് നന്നാക്കാൻ നീ പുറകെ നടന്ന് സമയം കളയരുത്. കാരണം ചത്തതിനെ ഉയർപ്പിക്കാൻ നിനക്ക് പറ്റുകയില്ല. അത് ദൈവത്തിന്റെ ജോലിയാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. പിന്നെ നിന്റെ ജോലി എന്താണെന്നറിയാവോ? എന്റെ ജോലി എന്താ? ആ സഭയ്ക്കകത്ത് 2ാമതൊരു കൂട്ടരുണ്ട്. ഏതാ? ചാവാറായ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുക, മിഷൻ വെച്ച ഇപ്പൊ ശ്വസിക്കുന്നത്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ചാകും, മിഷൻ എടുത്ത ചാകും. അങ്ങനെ ചില വിശ്വാസികളുണ്ട്. സ്തോത്രം. ഇവരെങ്ങനാന്നറിയോ? ഇവർ ഉപദേശത്തിന് വേണ്ടി നിന്നവരാ. ഈ 1000 വർഷത്തെ ഡാർക്ക് ഏജിൽ അവർ പൊരുതി നിന്നവരാ. അവരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ഉടുപ്പ് മലിനമാകാതെ നിന്നു. അപ്പൊ ഉടുപ്പ് മലിനമാകാതിരിക്കാൻ അവർ ഒത്തിരി പൊരുതിയവരാ. ആ പോരാട്ടത്തിന്റെ അകത്ത് അവർ ഇപ്പോൾ വലിയ ഉപദ്രവങ്ങളിൽ പെട്ടു, ചാവാറാകുന്ന ഒരു ശേഷിപ്പിലേക്ക് വന്നിരിക്കുക. പക്ഷെ കർത്താവ് അവരെ കുറിച്ചാ പറയുന്നത്. സ്ഥലം സഭയിലെ ദൈവദാസനോട് പറയുക, നീ ചത്തതിന്റെ പുറകെ നടക്കാതെ നീ ചാവാറായ ശേഷിപ്പിന്റെ പുറകെ പോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവരെ ശക്തീകരിക്കണം. സ്തോത്രം. എന്തിന്? അവരുടെ മിഷൻ മാറ്റി, അവർ മിഷൻ ഇല്ലാതെ വെന്റിലേറ്ററിൽ നിന്ന് മാറി സ്വയം ശ്വസിക്കത്തക്ക രീതിയിൽ, ആരോഗ്യം വെക്കത്തക്ക രീതിയിൽ അവരെ ശക്തിപ്പെടുത്തണം. ഈ മീറ്റിംഗ് വെക്കുന്നതിന്റെ ഉദ്ദേശം അതാ. ചത്തവർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് അല്ല ഇത്. പിന്നെ
ചാവാറായ ചിലതിനെയൊക്കെ ശക്തീകരിച്ചെടുക്കാൻ, ചാവാറായ ചിലതിനെയൊക്കെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ, ചാവാറായ ചിലതിനെ ബലപ്പെടുത്തിയെടുക്കാൻ, ചാവാറായ ചിലതിനെ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ദൈവാത്മാവ് നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ ആ ശുശ്രൂഷ ചെയ്യാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നു? അതെ, ദൈവാത്മാവ് പറയുന്നു ആ ശേഷിപ്പിനെയാണ് ദൈവാത്മാവ് പറയുന്നത് സർദീസ്. കർത്താവ് പറയുന്നത് ആ ശേഷിപ്പിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതെ, ഉടുപ്പ് മലിനമാകാത്തൊരു ശേഷിപ്പ് എനിക്കുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ദൈവമക്കൾ തീരുമാനമെടുക്കുക. അതെ, എനിക്ക് ചുറ്റും പാപഭംഗിതമായ ലോകത്തിൽ അത് പാപത്തിനോട് കോംപ്രമൈസ് ചെയ്തല്ല, പിന്നെ പാപത്തിനെതിരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നുകൊണ്ട്, അത് എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം എതിർത്ത് നിന്നുകൊണ്ട്, അത് ഉടുപ്പ് മലിനമാകാതെ എന്റെ സഭയ്ക്കകത്ത്, എന്റെ ദേശത്തിനകത്ത് പലരുടെ ഉടുപ്പ് മലിനമാകുമ്പോൾ, വഷളം വീണ്ടും വഷളാകുമ്പോൾ, അനീതി ചെയ്യുന്നവൻ വീണ്ടും അനീതി ചെയ്യുമ്പോൾ, എന്റെ ഉടുപ്പ് മലിനമാകാതെ എന്റെ തലമുറകൾക്ക് മാതൃകയായി, സഭയ്ക്ക് മാതൃകയായി ഞാൻ നിൽക്കും. ഒരു സർദീസിലെ ശേഷിപ്പിനെ പോലെ ഞാൻ നിൽക്കുമെന്നൊരു തീരുമാനത്തോടെ ഇന്ന് പകൽ എത്ര പേർ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവരെല്ലാം കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ഒരു ശേഷിപ്പാണ് നിങ്ങൾ. നിങ്ങളുടെ ചാവാറായ ശേഷിപ്പിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മ ശക്തീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. മിഷനിലൂടെ ഉള്ളതിന്റെ ശ്വസനം അവസാനിക്കുകയാണ്. സ്വയപ്രാപ്തിയിലേക്ക്, ആത്മീയ ആരോഗ്യത്തിലേക്ക് വരത്തക്ക രീതിയിൽ ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നെ ശക്തീകരിക്കാൻ വേണ്ടി പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എത്ര തയ്യാർ? ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ. ഈ വചനത്തിന്റെ മുന്നിൽ അപ്പാ ഞാനിതാ വരികയാണ്, ഞാനിതാ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ തലമുറയിൽ എനിക്ക് പ്രവാചകനാകേണ്ടതല്ല വലുത്, എനിക്ക് പ്രസംഗിക്കുന്നതല്ല വലുത്. എനിക്ക് അങ്ങയുടെ കാഹളം ധരിക്കുമ്പോൾ, അങ്ങയുടെ വരവ് ആസനമായിരിക്കുമ്പോൾ, അത് ഉടുപ്പ് മലിനമാകാത്തവനെന്നുള്ളൊരു കമന്റ് എന്നെ കുറിച്ച് കേൾക്കത്തക്ക രീതിയിൽ അത് ഒരു അഭിമാനകരമായ ജീവിതം മുന്നോട്ട് നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നൊരു തീരുമാനം എത്ര പേരെ എടുക്കാൻ തയ്യാറാകുന്നു? പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ ദിനവും യേശുവിന്റെ കൂടെ എന്നുള്ള ഈ മീറ്റിംഗ് കർത്താവെ മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇത് എത്രയോ പേരുടെ ഉള്ളിൽ വലിയ ജീവൻ പകരുന്ന മീറ്റിംഗ് ആണ്. പലരെയും ആത്മീക മരണത്തിന് രക്ഷപ്പെടുത്താൻ ഈ മീറ്റിങ്ങിനെ സഹായിക്കണമേ. അങ്ങയുടെ ദാസനെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കും. എല്ലാ കർത്തൃദാസന്മാരെയും ജനത്തെയും ബ്ലസ് ചെയ്യുന്നു. ഈ വചനം ഇവരുടെ ഉള്ളിൽ നിന്ന് മായാതെ ഇവരുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കട്ടെ. വചനം അവരെ ജീവിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴത്തിലുള്ള ഡീപ്പായ ബന്ധത്തിൽ പോകുവാൻ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ച കർത്തൃദാസനുള്ള ഹൃദയമായി നന്ദി. വന്ദനം. കർത്താവ് നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.